ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ വാണിയിടുക നാരദമെന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ അധാകാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസൈ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാത സലക്ഷണം മേന്മേൽ മംഗലശീലി കൃഷ്ണവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൂരും വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് അനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിതമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിന് സർവീശ്വരന് ഭഗവാനെ വണങ്ങുന്നേ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം നമോ ശ്രീ ആദ്യ വേദപ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഓം തത്സ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സൈശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സ്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. പരമ പവിത്രമായ ഈ ക്ഷേത്ര സന്നിധിയിൽ, ഈ ദേവീ സന്നിധിയിൽ അതിമഹത്തായ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവ പരിപാടിയുടെ ഒരു ഭാഗമാണ് ഈ ആധ്യാത്മിക പ്രഭാഷണം. ഇവിടെ ഈ ചാരുതയാർന്ന ഈ മനോഹരമാർന്ന ഈ സന്ധിയിൽ നടക്കുന്ന ഈ ആധ്യാത്മിക പ്രഭാഷണം അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. അഭിവന്ദ്യരായ സജ്ജനങ്ങളെ, അമൃതാത്മാക്കളെ, ദിവ്യമായ ഈ ദേവീ സന്നിധിയിൽ, ഈ ചാരുതയാർന്ന ഈ സമയത്ത്, മനോഹരമാർന്ന ഈ സമയത്ത്, ഈ സന്ധിയിൽ ഈ പ്രഭാഷണം കേൾക്കുവാനായി എത്തിച്ചേർന്ന നിങ്ങളേവരെയും ഹൃദയം കൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനും നിങ്ങളിൽ ഒരുവനാണ്. ഇത് സശ്രദ്ധം കേൾക്കുകയും, ഒരു മണിക്കൂർ സശ്രദ്ധം കേൾക്കുകയും, ഇത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നും, അതല്ല എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൃത്യമായി പറയുവാനും മടിക്കരുത് എന്നുകൂടി ഞാൻ വളരെ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്നെ ഇങ്ങനൊരു ചടങ്ങിലേക്ക് വിളിക്കുവാൻ പ്രേരിപ്പിച്ച അമ്മയുടെ, ദേവിയുടെ ചൈതന്യത്തിന് മുമ്പിൽ വീണ്ടും പ്രണമിക്കുന്നു. എന്നെ നേരിട്ട് വിളിക്കുവാൻ പ്രേരിപ്പിച്ചതിൻ്റെ ഭാരവാഹികളെ, ശ്രീ ചന്ദ്രമോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളോടും എൻ്റെ കൃതാർത്ഥതയും കൃതജ്ഞതയും നന്ദിയും ഒക്കെ പ്രത്യേകമായി ഞാൻ പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഭാരവാഹികൾ അനൗപചാരികമായി ഈ പ്രഭാഷണത്തിന് ഒരു വിഷയം എന്ന രീതിയിൽ ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൃത്യമായും പറയുകയുണ്ടായി. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് തീർച്ചയായും ഭഗവത്ഗീതയിലൂടെ തന്നെ കടന്നു പോകാം. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഭഗവത്ഗീത പറയുക എന്ന് പറയുന്നത് വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്, ദുഷ്കരമാണ്. എങ്കിലും പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരു പ്രഭാഷണത്തിൽ നിന്ന് വ്യത്യാസമായി മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ സമ്മതിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഞാനും നിങ്ങളുമില്ല, നമ്മൾ ഒന്നാണ്. ഒന്നായിരുന്നു കൊണ്ട് ഈ പ്രസംഗമെന്നോ പ്രഭാഷണമെന്നോ ഈ ദേവീ സന്നിധിയിൽ നടക്കുന്ന ഈ മനോഹരമായ സന്ധ്യയിലെ ഒരു ആധ്യാത്മികമായ ഒരു സന്ധ്യ എന്ന് മാത്രം നമുക്ക് അതിനെ വിശേഷിപ്പിച്ചാലും സംഗതി കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയാണ് പ്രഭാഷണ വിഷയമെങ്കിൽ ആദ്യം ഭഗവത്ഗീത ധ്യാനത്തിലൂടെ ഒന്ന് കടന്നുപോയിട്ട് മാത്രമേ ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കാവൂ എന്നുള്ളതാണ് വൈജ്ഞാനികമായൊരു മതം. ഭഗവത്ഗീത ധ്യാനം രണ്ട് ഭാഗമാണ്. ഒന്നാം ഭാഗം ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രന്ഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം
അദ്വൈതാമൃത വർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാലവിന്ദായ പത്രനേത്ര ഏനത്വയാ ഭാരതൈലപൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈക പാണിയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാ അമൃതദുഹേ നമ. സർവോ ഉപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഭീഷ്മദ്രോണതട ജയധൃതജല ഗാന്ധാര നിരോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധന ആവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവേ രണനദി കൈവർത്തക കേശവ. പാരാശര്യവജസരോജമമലം ഏതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പതേരഹരഹ പേവീയമാനം മുത ഉയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസി ന ശ്രേയസ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യേസ്തവേ വേദേ സാംഗപദക്രമോ ഉപനിഷദൈർ ഗായന്തിയം സമഗാഹ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ഭഗവത്ഗീത മുഴുവൻ പഠിച്ച ശേഷം മധുസൂദന സരസ്വതി എന്നൊരു സത്യദർശി ഞാൻ വിരചിതമായതാണ് ഈ ധ്യാന ശ്ലോകം. ആരാണ് രചിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞുകൂടായെങ്കിലും ഭഗവത്ഗീത മുഴുവൻ മനസ്സിലാക്കിയ ഒരു സത്യദർശി, അദ്ദേഹത്തിൻ്റെ പേര് മധുസൂദന സരസ്വതി എന്നാണ്. അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഗൂഢാർത്ഥ ദീപിക എന്നൊരു പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആ മധുസൂദന സരസ്വതിയാൽ വിരചിതമാണ് ഈ ധ്യാന ശ്ലോകം. ഭഗവത്ഗീതയുടെ ഭാഗമല്ല, ഭഗവത്ഗീതയെ ധ്യാനിക്കാനുള്ളതാണ്. ഈ ഭഗവത്ഗീത ധ്യാനം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രഭാഷണ വിഷയമാണ്. ഒരു 2-2.5-3 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നന്നായി അത് വിശദീകരിക്കാനും കഴിയും. ഇത് കൂടാതെ ഇതൊരു ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല. ഭഗവത്ഗീത മഹാഭാരത അന്തർഗതമാണ്. മഹാഭാരതത്തിലുള്ളതാണ് ഭഗവത്ഗീത. അപ്പോൾ മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കുരുക്ഷേത്ര യുദ്ധത്തെ, ഒരു യുദ്ധക്കളത്തെ ഗുരുക്ഷേത്രമാക്കി മാറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെ നിമിത്തീകൃതമാക്കി നമുക്കായി ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഒരു യുദ്ധക്കളത്തിനെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിനെ ഗുരുക്ഷേത്രമാക്കി മാറ്റി അർജുനനാകുന്ന തേരാളിയെ, അർജുനാകുന്ന സാരഥിയെ നിമിത്തീകൃതമാക്കി നമുക്കായി ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ചില കാര്യങ്ങൾ ആവർത്തനം വരുന്നത് ഈ ക്ലാസ് എടുത്ത ഒരു രീതി ഉണ്ടായതുകൊണ്ടാണ്. അതാണ് ഭഗവത്ഗീത. അപ്പം അങ്ങനെയാകുമ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ദേവിയെ സ്തുതിക്കാനാണ്. നീ ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തുക, അതിനുശേഷമേ യുദ്ധത്തിലേക്ക് പോകാവൂ. ജീവിതത്തിൽ ഏത് യുദ്ധമുണ്ടായാലും, ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തണം, ദേവിയെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തണം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ശേഷമാണ് ദേവിയെ സ്തുതിച്ചു. ദേവി പ്രത്യക്ഷയായി, ദേവി അർജുനെ അനുഗ്രഹിച്ചു. ആ ദുർഗാസ്തവവും ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകമാണ്. നമസ്തേ സിദ്ധസേനാനി ആര്യ മന്ദരവാസിനി കുമാരി കാളി കാപാലി കപിലേ കൃഷ്ണപിംഗളെ ഭദ്രകാളി നമസ്തുഭ്യം മഹാകാളി നമോസ്തുതേ ചണ്ഡീ ചണ്ഡേ നമസ്തുഭ്യം താരിണി വരവർണിനി കാത്യായിനി മഹാഭാഗേ കരാളി വിജയജേ ശിഖിപിഞ്ചധ്വജധരി നാനാഭരണഭൂഷിതേ അട്ടശൂലപ്രഹരണി ഖഡ്ഗഖേടകധാരിണി ഗോവേന്ദ്രസ്യാനുജേ ജ്യേഷ്ഠേ നന്ദഗോപകുലോദ്ഭവേ മഹിഷാസ്രക്പ്രിയേ നിത്യം കൗശികീ പീതവാസിനി അട്ടഹാസേ കോകമുഖേ നമസ്തേസ്തു രണപ്രിയേ ഉമേ ശാകംബരി ശ്വേതേ കൃഷ്ണേ കൈടവനാശിനി ഹിരണ്യാക്ഷി വിരൂപാക്ഷി സുധൂമ്രാക്ഷി നമോസ്തുതേ വേദശ്രുതി മഹാപുണ്യേ ബ്രഹ്മണ്യേ ജാതവേദസി യംബൂകടക ചൈത്യേഷു നിത്യം സന്നിഹിതാലേ ത്വം ബ്രഹ്മവിദ്യാവിദ്യാനാം മഹാനിദ്രാജദേഹിനാം സ്കന്ദമാതർ ഭഗവതി ദുർഗേ കാന്താരവാസിനി സ്വഹാകാര സുധാജൈവ കലാകാഷ്ഠാ സരസ്വതി സാവിത്രീ വേദമാതാച തഥാ വേദാന്ത ഉച്യത്തെ സ്തുതാസിത്വം മഹാദേവി വിശുദ്ധീൻ അന്തരാത്മന ജയോ ഭൗതുമേ നിത്യം ത്വത്പ്രസാദാത് രണാജിരേ കാന്താരഭയ ദുർഗേഷു
ഭക്താനാം ചാലേഷു ച നിത്യം വസസി പാതാളേ യുദ്ധേ ജേസി ദാനവാൻ ത്വം യംഭിനീ മോഹിനീ ച മായാ ശ്രീസ്തഥൈവ ച സന്ധ്യാ പ്രഭാവതി ചൈവ സാവിത്രീ ജനനീ തഥ തുഷ്ടി പുഷ്ട് ധൃതർദീപ്തൃ ചന്ദ്രാദിത്യ വിവർധിനി ഭൂതിമതാം സംഘി ഈക്ഷസ്യേ സിദ്ധചാരണി. പ്രസിദ്ധമായ ദുർഗാസ്തവമാണ്. ഇവിടെ ദീപാരാധനയ്ക്കൊക്കെ ആ ഗർഭഗ്രഹം അടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ സ്തുതി ഒന്ന് ചൊല്ലി നോക്കുക. എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും വൈകുന്നേരവും വീട്ടിൽ നമ്മുടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമാക്കി നോക്കുക. ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ഒരു ജീവിതമാകുന്ന ഒരു യുദ്ധത്തിലും നമ്മൾ പരാജയപ്പെടുന്നില്ല. ജീവിതത്തിലെ നമ്മുടെ സന്താനങ്ങൾ സൽസന്താനങ്ങളായി വരുമെന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഒരു യുദ്ധത്തിലും നമ്മൾ പരാജയപ്പെടത്തില്ല. പ്രസിദ്ധമായ ദുർഗാസ്തവമാണ്. നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോപ്പി ശ്രീ ചന്ദ്രമോഹൻ സാറിനെ ഏൽപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ബിനുവിനെ ഏൽപ്പിച്ചേക്കാം, നിങ്ങളുമായി ബന്ധപ്പെട്ട കക്ഷികളെ ഏൽപ്പിച്ചേക്കാം. നിർബന്ധമായും അത് പഠിക്കണം. ഈ ദേവീ ക്ഷേത്രത്തിൽ വരുമ്പോൾ അർജുനൻ ദേവിയെ പ്രാർത്ഥിച്ച് ദേവി പ്രത്യക്ഷയായി അർജുനെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. ഇത് ആരാ പറയുന്നത്? ഏത് ജീവിത വിജയത്തിനും ദേവിയെ പ്രാർത്ഥിക്കണം. ദേവി പ്രത്യക്ഷയായി അനുഗ്രഹിക്കുന്ന ഒരു തലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ പ്രാർത്ഥനയാണ് ഈ ദുർഗാസ്തവം. വളരെ പ്രസിദ്ധമായ ഒരു സ്തുതിയാണ്. നമുക്ക് ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇത് ഭഗവത്ഗീത മഹാഭാരത അന്തർഗതമാണ്. അപ്പോൾ ഭഗവത്ഗീത മഹാഭാരത അന്തർഗതം എന്ന് പറയുമ്പോൾ വളരെ 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 വ്യക്തമായി മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകവും കൂടെ അനുസ്മരിച്ച് ഗീതയിലേക്കോ മഹാഭാരതത്തിലേക്കോ കടക്കാവൂ. മഹാഭാരതം വായിക്കുന്നതിന് മുമ്പ്, മഹാഭാരതം പഠിക്കുന്നതിന് മുമ്പ്, മഹാഭാരതത്തെക്കുറിച്ചോ ഗീതയെക്കുറിച്ചോ ഒരു പ്രഭാഷണമോ എന്തെങ്കിലും കാര്യങ്ങൾ ആധ്യാത്മികമായി നമ്മൾ നടത്തുന്നതിന് മുമ്പായി മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകം നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതു ജയം ഉദീരിയെ. നാരായണം നമസ്കൃത്യ നരം ചെയ്വ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതു ജയം ഉദീരിയെ. ഇത് മഹാഭാരതത്തിലെ ആദിമ ശ്ലോകമാണ്. ഈ സ്തോത്രം നാരായണനെയും സരസ്വതിയെയും വ്യാസനെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മഹാഭാരതത്തിലേക്ക് കടന്നു പോകാവൂ എന്ന് വളരെ വ്യക്തമായ ജ്ഞാനികളുടെ നിർദ്ദേശമുള്ളതും ഞാൻ ഇത്തരത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ ഒരു ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പ്രഭാഷണമാകുമ്പോൾ നമുക്ക് ഒരു അനുഭവ കഥ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ബംഗാളിൽ ചൈതന്യദേവൻ എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിൽ ചൈതന്യദേവൻ എന്നൊരു അതിമഹത്തായ അതായത് ശ്രീകൃഷ്ണ ഭക്തിയിൽ ഏറ്റവും ഉത്തുംഗനായിരുന്ന ഒരു ചൈതന്യദേവൻ ഉണ്ടായിരുന്നു ബംഗാളിൽ. ആ ചൈതന്യദേവന്റെ ദക്ഷിണേന്ത്യൻ യാത്രയുണ്ടായി. ആ ചൈതന്യദേവന്റെ ദക്ഷിണേന്ത്യൻ യാത്രയിൽ ചൈതന്യദേവൻ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരാളിരുന്ന് ഗീത വായിക്കുന്നു, ഒരാചാര്യൻ ഇരുന്ന് ഗീത വായിക്കുന്നു, മറ്റൊരാളിരുന്നത് കേൾക്കുന്നു. ഒരാചാര്യൻ ഗീത വായിക്കുന്നു, മറ്റൊരാചാര്യൻ അത് കേൾക്കുന്നു. അപ്പൊ ചൈതന്യദേവൻ ഈ കേൾക്കുന്ന ആളോട് ചോദിച്ചു, എന്താ അവിടെ വായിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഭഗവത്ഗീതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറഞ്ഞു. പിന്നെ എന്താ നിങ്ങളിങ്ങനെ കണ്ണുനീര് ഒഴുക്കുന്നതെന്ന് ചോദിച്ചു. ചൈതന്യദേവൻ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരാളിരുന്ന് ഗീത വായിക്കുന്നു, ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനോടാണ് ചൈതന്യദേവൻ ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത്? അല്ലയോ അങ്ങനെ ഗീതയാണ് വായിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗീതയാണ് വായിക്കുന്നത് എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? അതെനിക്ക് ഭഗവത്ഗീതയാണ് വായിക്കുന്നതെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സാകെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്ന രംഗവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ഗീത എന്ന് കേട്ടാൽ എൻ്റെ മനസ്സിലേക്ക് ശ്രീകൃഷ്ണനും ആ ഉപദേശം കേൾക്കുന്ന അർജുനനും കടന്നു വരുന്നു. ആ രംഗം കണ്ടാൽ ആരാണ് കരയാത്തത്? ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. തീർച്ചയായും ഭഗവത്ഗീതയുടെ ഒരു പ്രഭാഷണം കേൾക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും ആ ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തീകൃതമാക്കിയുള്ള ആ ഉപദേശവും നമ്മുടെ മനസ്സിലേക്കും വരട്ടെ. സന്തോഷം കൊണ്ട് നമ്മുടെയും കണ്ണു നിറയട്ടെ, മനസ്സ് നിറയട്ടെ. സന്തോഷം കൊണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. എഴുത്തച്ഛൻ മഹാഭാരതമൊക്കെ മലയാള ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷയിലേക്ക് എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീത. പക്ഷേ
എഴുത്തച്ഛൻ ഭഗവത്ഗീതയുടെ പദാനുപദ തർജ്ജമ നിർവഹിച്ചിട്ടില്ല. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് നിറഞ്ഞ വീലികൾ നിരക്കവേ കുത്തിയൊക്കെ മഹാഭാരതം കിളിപ്പാട്ടിലുള്ളതാണ്. പക്ഷെ എഴുത്തച്ഛൻ്റെ ഭഗവത്ഗീത വിവർത്തനത്തിൽ ഭഗവത്ഗീതയില്ല. പക്ഷേ എഴുത്തച്ഛൻ ഭഗവത്ഗീതയ്ക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തെക്കാൾ മഹത്തായ ഒരു നിർവചനം നമുക്ക് മറ്റുണ്ടോ എന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ്. ഉഴറി അരുളിന മൊഴികളും, എഴുത്തച്ഛൻ പറയാണ്, ഉഴറി അരുളിന മൊഴികളും അത് ഉപനിഷത്താകിയാൽ എല്ലാ ജ്ഞാനികളും ഗീതയെന്ന് വിളിച്ചു. പെട്ടെന്ന് ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഒരു യുദ്ധക്കളത്തെ ഗുരുക്ഷേത്രമാക്കി മാറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനും 1 മണിക്കൂർ കൊണ്ടാണ്, അത് തർക്കമുണ്ടെങ്കിൽ 2 മണിക്കൂറെന്നോ 3 മണിക്കൂറെന്നോ ആകാം, 1 മണിക്കൂർ കൊണ്ട് ഒരു യുദ്ധക്കളത്തിൽ 1 മണിക്കൂർ കൊണ്ട് ഭഗവാൻ ഉപദേശിച്ച ഉഴറി അരുളിന മൊഴികളും അത് ഉപനിഷത്താകിയാൽ എല്ലാ ജ്ഞാനികളും അതിനെ ഭഗവത്ഗീത എന്ന് വിളിച്ചു എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതും നമുക്കിവിടെ പ്രത്യേകമായി അനുസ്മരിക്കാം. ഭഗവത്ഗീത ഭഗവാൻ നാരായണൻ അർജുനനെ നിമിത്തീകൃതമാക്കി നമുക്കായി ഉപദേശിച്ച സർവ ഉപനിഷത്ത് സാര സംഗ്രഹമാണ്. ഭഗവാൻ നാരായണൻ അർജുനനാകുന്ന ഒരു തേരാളിയെ നിമിത്തീകൃതമാക്കി ഒരു യുദ്ധക്കളത്തെ, ഒരു കുരുക്ഷേത്രമാകുന്ന യുദ്ധക്കളത്തെ ഗുരുക്ഷേത്രമാക്കി നമുക്കായി ഉപദേശിച്ച സമസ്ത വേദത്തിൻ്റെയും അർത്ഥത്തിൻ്റെ സാരമാണ്. സമസ്ത വേദത്തിൻ്റെയും അർത്ഥത്തിൻ്റെ സാരമാണ്. നമ്മൾ 10 ജന്മം ജനിച്ചാലും വേദം മുഴുവൻ പഠിക്കത്തില്ല, വേദം മുഴുവൻ മനസ്സിലാകത്തില്ല, വേദം ഉച്ചരിക്കാൻ പോലും നമ്മൾ പഠിക്കത്തില്ല. പക്ഷേ കേവലം 700 ശ്ലോകങ്ങളുള്ള വളരെ ലളിതമായ ഭഗവത്ഗീത നേരെ ഹൃദിസ്ഥമാക്കിയാൽ വേദത്തിന്റെ അർത്ഥത്തിന്റെ സാരം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും. ഭഗവത്ഗീത പ്രത്യേകതയാണ്. ഭഗവത്ഗീത സ്വതന്ത്ര കൃതിയല്ല, മഹാഭാരതത്തിലുള്ളതാണ്. 1,24,000 ശ്ലോകമുള്ള മഹാഭാരതത്തിന്റെ ഭാഗമാണ്. മഹാഭാരതം ഭീഷ്മ പർവ്വത്തിലാണ് ഗീതയുള്ളത്. ഭീഷ്മ പർവ്വത്തിലെ 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിലാണ്, 25 മുതൽ 42 കൂടിയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയുടെ ഗുണം, ഭഗവത്ഗീതയുടെ നിർവചനം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹം, ദുർവിജ്ഞേയാർത്ഥം. 700 ശ്ലോകം പഠിച്ചാൽ വേദത്തിന്റെ അർത്ഥം മുഴുവൻ നമ്മുടെ കയ്യിലായി. 700 ശ്ലോകമേ ഉള്ളൂ, അതിൽ 575 ശ്ലോകമേ ഉള്ളൂ ഭഗവാന്റെ ഉപദേശം. ബാക്കിയുള്ള ചോദ്യങ്ങളാണ്. ഈ 575 ഭഗവത് വചനം പഠിച്ചാൽ സമസ്ത വേദത്തിന്റെയും അർത്ഥത്തിന്റെ സാരസംഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയായി. നമ്മൾ വേദം പഠിച്ചത് തുല്യമായി. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞത്, വേദം എത്ര ജന്മം കൊണ്ടും പഠിച്ചു തീരാൻ പറ്റത്തില്ല, പക്ഷെ ഭഗവത്ഗീതയാകുന്ന വേദത്തിന്റെ അർത്ഥത്തിന്റെ സാരസംഗ്രഹം നമുക്ക് വളരെ ഈസിയായി പഠിക്കാം. വളരെ ലളിതവുമാണ്. അനിഷ്ടുപ് വൃത്തത്തിൽ കേവലം 700 ശ്ലോകമേ ഭഗവത്ഗീതയുള്ളൂ. അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ആരുപദേശിച്ചു? ഭഗവാൻ നാരായണൻ അർജുനെ നിമിത്തീകൃതമായി നമുക്കായി ഉപദേശിച്ചു. ആരാണ് ഭഗവാൻ? ഭഗവാന്റെ നമ്മളിവിടെ വരും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. ഭഗവാൻ എന്നും ഭഗവതി എന്നുമാണ് നമ്മളിവിടെ ദേവി അല്ലെങ്കിൽ ഭഗവതി. ഭഗവാൻ സമഗ്രമായ ധർമ്മം, ഐശ്വര്യം, യശസ്, ശ്രീയ, ജ്ഞാനം, വൈരാഗ്യം. സമഗ്രമായ ധർമ്മം, ഐശ്വര്യം, യശസ്, ശ്രീയ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങൾ ഏത് ആത്മചൈതന്യത്തിൽ വിളനിലമാണോ ആ ആത്മചൈതന്യത്തിനെ വിളിക്കുന്ന പേരാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. സമഗ്രമായ ധർമ്മവും ഐശ്വര്യവും യശസ്സും സ്ത്രീയും ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ, നമ്മളിവിടെ വന്ന് അമ്മയെ ദീപാരാധന തൊഴുമ്പോൾ, നമ്മൾ രാവിലെ വന്ന് തൊഴുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത്, ധർമ്മമാണോ, ഐശ്വര്യമാണോ, യശസ്സാണോ, സ്ത്രീയാണോ, ജ്ഞാനമാണോ, വൈരാഗ്യമാണോ, നമുക്ക് എന്ത് വേണമെന്ന് അങ്ങോട്ട് ചോദിക്കാതെ നമുക്ക് തരാൻ അനുഗ്രഹ ശക്തിയുള്ള ആത്മചൈതന്യത്തിന്റെ പേരാണ് ഭഗവാൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാ നരന്മാരിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മത്വേന നിവസിക്കുന്ന ശക്തി എന്തോ അത് നാരായണൻ. ഇവിടെ 84 ലക്ഷം ജീവികളുണ്ടെന്ന് പറയുന്നു. എല്ലാ ജീവികളിലും ആത്മത്വേന നിവസിക്കുന്ന ആത്മശക്തിയുടെ പേരാണ് നാരായണൻ. പരമമായ ജ്ഞാനത്തിലൂടെ, പരമമായ ഭക്തിയിലൂടെ നാം എവിടെ എത്തിച്ചേരുമോ അത് നാരായണൻ. ഇവിടെ സൃഷ്ടിക്ക് മുമ്പും ഇനി ഇവിടെ പ്രളയം വന്നാലും ഇവിടെ എന്ത് ശക്തി ഇവിടെ അവശേഷിക്കുമോ അത് നാരായണൻ. അപ്പൊ മാത്രമല്ല ഹരിനാമകീർത്തനമൊക്കെ അറിയാമല്ലോ. ചന്നത്വമാർന്ന കനൽ പോലെ
നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻ മഹിമയാണ് നാരായണൻ. നിന്റെ ഉള്ളിൽ ചാരം മൂടി കിടക്കുകയാണ് ഈ ചൈതന്യം നാരായണൻ. ആ ചാരം മാറ്റിയാൽ എന്ത് ചൈതന്യമാണോ അത് നാരായണൻ. ഹരിനാമകീർത്തനത്തിലെ ഈരടികൾ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഭാഗവത കീർത്തനത്തിൽ നാരായണായ നമ, നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം, തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയുക മാലോകരി ജപത് നാരായണായ നമ. ആ ഭഗവാൻ നാരായണൻ നേരിട്ട് അർജുനനെ നിമിത്തീകൃതമാക്കി നമുക്കായി ഉപദേശിച്ചു തന്ന സമസ്ത വേദാർത്ഥ സാര സംഗ്രഹമാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ കാര്യം തീർച്ചയായും നമ്മൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഭഗവാൻ നാരായണൻ അർജുനെ നിമിത്തീകൃതമാക്കി അർജുനനാകുന്ന നമുക്ക് വേണ്ടി ഉപദേശിച്ചു തന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീത തത്വമസിയുടെ വ്യാഖ്യാനമാണ്. നമ്മൾ മണ്ഡലകാലമായാലും മകരവിളക്കായാലും ശബരിമലയ്ക്കൊക്കെ പോകാൻ വ്രതമൊക്കെ നിന്ന് ശബരിമല എത്തി ഇരുമുടിക്കെട്ടിനകത്തുള്ള തേങ്ങയൊക്കെ എടുത്ത് താഴെ 18-ാം പടിക്ക് താഴെയൊക്കെ അടിച്ച് 18-ാം പടിയിലോട്ട് കയറി ഓരോ തൃപ്പടിയും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് 18-ാം പടി എത്തുമ്പോൾ 18-ാം പടിയും കടന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. എന്താണ് തത്വമസി? തത്വമസി ഒരു പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ്. തത്ത് ത്വം അസി. തത്തധികം ത്വം അധികം അസി സമം തത്വമസി. തത് ത്വം അസി എന്ന് പറഞ്ഞാൽ തത് ബ്രഹ്മം, ത്വം നീ, അസി ആകുന്നു, നീ ബ്രഹ്മമാകുന്നു. ശബരിമല പോവാൻ വ്രതമൊക്കെ നിന്ന് നമ്മൾ 18-ാം പടിയും കയറി അവിടെ ചെല്ലുമ്പോൾ പറയാണ്, നിങ്ങൾ പോയി ദർശിക്കാൻ പോകുന്ന ധർമ്മശാസ്താവെന്ന് പറയുന്നത് നിന്റെ ഉള്ളിലുള്ള ബ്രഹ്മ ചൈതന്യമാണെന്ന് അവിടെ ഏതോ സത്യദർശി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ്. തത്വമസിയുടെ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത 18 അധ്യായം. ആദ്യത്തെ 6 അധ്യായം ത്വമ്മിന്റെ വ്യാഖ്യാനമാണ്, നീ എന്നതിന്റെ വ്യാഖ്യാനമാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായം തത്തിന്റെ ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനമാണ്. 13 മുതൽ 18 വരെയുള്ള അധ്യായം അസിയുടെ വ്യാഖ്യാനമാണ്. നീ ബ്രഹ്മമാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സമസ്ത വേദാർത്ഥ സാര സംഗ്രഹമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതാണ് ഭഗവത്ഗീത പ്രത്യേകത. തത്വമസിയുടെ വ്യാഖ്യാനം വളരെ ലളിതമാണിത് പഠിക്കാൻ. അപ്പൊ ഭഗവത്ഗീത തത്വമസിയുടെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഈ തത്വമസിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ, എന്റെ ആത്മചൈതന്യം ബ്രഹ്മമാണ്, എന്റെ ഓർമ്മ, എന്റെ പ്രജ്ഞ ബ്രഹ്മമാണെന്നും നമ്മളിലേക്ക് ആ ആശയവും നമ്മൾ അറിയാതെ കടന്നു വരും. അങ്ങനെ ഈ മഹാവാക്യങ്ങളുടെ വിശിഷ്യ തത്വമസിയുടെ അർത്ഥവത്തായ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. ഈ പ്രപഞ്ച നിയമം എന്താണ്? ഒരു കാലത്തും മാറ്റമില്ലാത്ത സത്യം എന്താണ്? പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഈശ്വരനുമായുള്ള താതാത്മ്യം എങ്ങനെയാണ്? ആദ്യശക്തിയായ ഓം പരമ്പൊരുൾ എന്താണ്? മഹാഗണപതി തമ്പുരാൻ എന്താണ്? അത് എങ്ങനെ ആത്മനോപരി ജയിക്കുന്നു? ഈ 6 സ്തംഭങ്ങളിലാണ് ഭഗവത്ഗീത അടിസ്ഥാന. ഭഗവത്ഗീതയ്ക്ക് 6 തൂണാണ്. 1 ഋതം ച എന്ന് പറഞ്ഞാൽ പ്രപഞ്ച നിയമം. 2 സത്യം, ഒരു കാലത്തും മാറ്റമില്ലാത്തത്, സത്യം ച. 3 അഭിത, പെട്ടെന്ന് മനസ്സിലാകുന്നത്. 4 തപസ്, ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ ഈശ്വരനുമായി എങ്ങനെ താതാത്മ്യപ്പെടുത്താം, അതാണ് അധ്യ ആദ്യശക്തി. ജായതേ ഋതം ച സത്യം ച അഭിത തപസ്സു അധ്യജായതേ. ഈ 6 സ്തംഭങ്ങളിലാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ 6 സ്തംഭം. ഋതം ച പ്രപഞ്ച നിയമം, ഋതം ച എഴുതുമ്പോൾ ഋതം ച സത്യം ച അഭിത തപസ്സു അധ്യജായതേ. ഋതം ച പ്രപഞ്ച നിയമം, സത്യം ച ഒരു കാലത്തും മാറ്റമില്ലാത്തത്, അഭിത പെട്ടെന്ന് മനസ്സിലാകുന്നത്, തപസ്സു ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഈശ്വരനുമായുള്ള താതാത്മ്യം, ആദ്യശക്തി ഓങ്കാരപ്പൊരുൾ പരമ്പൊരുൾ, ജായതേ ആത്മനോപരി ജയിക്കുന്നു. ഈ 6 സ്തംഭങ്ങളിലാണ് വ്യാസഭഗവാൻ ഭഗവത്ഗീത രചിച്ചിട്ടുള്ളത്. ആർക്ക് ഉപദേശിച്ചതാണ്? ഭഗവാൻ നാരായണൻ അർജുനെ നിമിത്തീകൃതമാക്കി ഉപദേശിച്ചാണ്. ഈ ഭഗവാൻ നാരായണന്റെ ഏത് അവതാര കാലത്താണ് ഭഗവത്ഗീത ഉപദേശിച്ചത്? ശ്രീകൃഷ്ണ അവതാര കാലം. പൂർണ്ണ അവതാരമായ, ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത ധർമ്മം പൂർണ്ണമായും പുനഃസ്ഥാപിച്ച, അധർമ്മികളെ മുഴുവൻ ഇല്ലാതാക്കിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കാലത്താണ് ഭഗവാൻ അർജുനെ നിമിത്തീകൃതമാക്കി നമുക്കായി ഭഗവത്ഗീത ഉപദേശിച്ചത്.
ആരാണ് ശ്രീകൃഷ്ണൻ? ഭഗവത്ഗീത പഠിക്കുമ്പോൾ സ്വാഭാവികമായ ഒരാൾ ചോദിക്കുകയാണ്, ആരാണ് ശ്രീകൃഷ്ണൻ? ഓരോ അണുവിലും സ്ഫുരിക്കുന്ന ആത്മചൈതന്യമാണ് ശ്രീകൃഷ്ണൻ. നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം എന്തോ അത് ശ്രീകൃഷ്ണൻ. ഓരോ അണുവിലും സ്ഫുരിക്കുന്ന ആത്മചൈതന്യം ശ്രീകൃഷ്ണൻ. അതീന്ദ്രിയമായ ധർമ്മബോധമാണ് ശ്രീകൃഷ്ണൻ. നിസ്തുലമായ പ്രേമസ്വരൂപനാണ് ശ്രീകൃഷ്ണൻ. ഉള്ളൂർ എന്ന കവി പറഞ്ഞതുപോലെ കൽത്തുറുങ്കിനകത്ത് അമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളൻ എയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ ചൈതന്യാംബു ഘനാഘനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹന മോഹനൻ. ഓരോ അണുവിലും സ്ഫുരിക്കുന്ന ആത്മചൈതന്യം, നിസ്തുലമായ പ്രേമസ്വരൂപൻ, അതീന്ദ്രിയമായ ധർമ്മബോധം. കൽത്തുറുങ്കിനകത്ത് അമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളൻ എയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ ചൈതന്യാംബു ഘനാഘനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹനായ ഒരു വേണുനാദത്തിലൂടെ സമസ്ത സൃഷ്ടികളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വേണുനാദത്തിലൂടെ 9 ദ്വാരമുള്ള വേണുവാണ്. ഒരു തന്റെ വേണുനാദത്തിലൂടെ സമസ്ത സൃഷ്ടികളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മചൈതന്യമാണ് ശ്രീകൃഷ്ണൻ. യോഗികൾക്കും ഈശ്വരനാണ് യോഗേശ്വരൻ. യോഗേശ്വരന്മാരുടെയും ഈശ്വരനാണ് യോഗീശ്വരേശ്വരൻ. യോഗികൾ ആരോടും ഒരു സംഘമില്ല, ആരോടും പ്രത്യേക മമതയില്ലാത്ത ആളിനെയാണ് യോഗീശ്വരൻ എന്ന് പറയുന്നത്. ആ യോഗീശ്വരന്മാരുടെയും ഈശ്വരൻ യോഗീശ്വരേശ്വരൻ ആണ്. ഈശ്വരനാണ്, ഈശ്വരേശ്വരനാണ്, ഈശ്വരന്മാരുടെയും ഈശ്വരനാണ്. ആനന്ദ ചിന്മയനാണ്, ഹരേ രാമനാണ്, ഹരേ കൃഷ്ണനാണ്, ഗോപികാ രമണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു പ്രഭാഷണ വിഷയമാണ്. എത്ര മണിക്കൂർ സംസാരിച്ചാലും മതിയാവത്തില്ല. മന്മഥനാണ്. മന്മഥൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. ആ കാമദേവൻ ഇങ്ങനൊരു ഭാവം കൊടുക്കുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ ഋഷികേശനാണ്. ഋഷികേശൻ ഇന്ദ്രിയങ്ങളെ അടയ്ക്കുന്നവനാണ്. ഗോവിന്ദനാണ്. ഭഗവാൻ അറിയാവുന്നതിനപ്പുറം ലോകത്ത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് അർജുനെ നിമിത്തീകൃതമാക്കി നമ്മളെപ്പോലുള്ള ആളുകൾ വേദം പഠിക്കട്ടെ എന്ന് കരുതി വേദത്തിന്റെ അർത്ഥത്തിന്റെ സാരസംഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അർജുനെ നിമിത്തീകൃതമാക്കി ഉപദേശിച്ചത്. തീർച്ചയായും ഭഗവത്ഗീത പഠിച്ചാൽ ജീവിതത്തിൽ പിന്നെ പരാജയമില്ല. ജീവിതം മുഴുവൻ വിജയമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജീവിതമാകുന്ന യുദ്ധത്തിൽ നന്നായി മുന്നോട്ട് പോകാൻ നാം എല്ലാവരും അടിയന്തരമായി തീർച്ചയായും അർത്ഥഗർഭമായി അർത്ഥസഹിതം പഠിക്കേണ്ടതാണ്. ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയ ഒരു 4 വർഷം കൊണ്ട് 700 ശ്ലോകമേ ഉള്ളൂ. 700 മണിക്കൂർ വരും. 700 ശ്ലോകം 700 മണിക്കൂർ കൊണ്ട് വളരെ കൃത്യമായി അതൊരു നല്ലൊരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നുകൂടി ഈ തരുണത്തിൽ ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ലോകത്തിൽ ഗീതയ്ക്ക് സമം ഭഗവത്ഗീതയ്ക്ക് സമം മറ്റൊന്നുമില്ല. ഇത് ജഗദ്ഗുരുവായ വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ആ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണനാണ് ഈ ഭഗവത്ഗീത നമുക്കായി ഉപദേശിച്ചത്. ഭഗവത്ഗീതയ്ക്ക് സമമായി ലോകത്തിൽ മറ്റൊന്നുമില്ല. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറ്റമൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മൾ പറയാറുണ്ട്, അത് അനലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോൾ ഭഗവത്ഗീതയുടെ വിശ്വജനീയ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി അവർ ചെയ്തൊരു കാര്യം ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ, അദ്ദേഹത്തിന്റെ പേര് വാറൻ ഹേസ്റ്റിങ്സ് എന്നായിരുന്നു. ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേര് വാറൻ ഹേസ്റ്റിങ്സ്. ആ വാറൻ ഹേസ്റ്റിങ്സ് ഒരു പണ്ഡിതനായ ചാൾസ് വിൽക്കിൻസിനെ കൊണ്ട് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. അപ്പൊ ഇംഗ്ലീഷിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ചെയ്തൊരു നല്ല ഉപകാരം ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളിന്റെ പേര് ചാൾസ് വിൽക്കിൻസ് എന്നാണ്. തുടർന്ന് ഇത് മാത്രമല്ല, ഈ ഭഗവത്ഗീതയിൽ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആദ്യത്തെ ഗവർണർ ജനറൽ മനോഹരമായ ഒരു അവതാരികയും നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും. ഇന്ത്യയുടെ സമ്പത്തും നമ്മൾ കൊണ്ടുപോകും. പക്ഷേ ഇന്ത്യയുടെ ശാശ്വത സത്യങ്ങൾ ഉപനിഷത്തുക്കളോ വേദാന്തങ്ങളോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതെന്നും നമ്മൾ ഇവിടുന്ന് വിട്ടുപോയാലും എത്ര കാലം കഴിഞ്ഞാലും ഇന്ത്യയുടെ ഉപനിഷത്തും വൈജ്ഞാനിക സമ്പത്തും ഒരു ശാശ്വത മൂല്യമായി ഇവിടെ നിലനിൽക്കുമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച വാറൻ ഹേസ്റ്റിങ്സും ചാൾസ് വിൽക്കിൻസിനെയും തീർച്ചയായും അനുസ്മരിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. 2, ബ്രിട്ടനിൽ നിന്ന് എഡ്വിൻ ആർണോൾഡ് എന്ന് പറഞ്ഞ ഒരു നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ പൂനെയിൽ കൊണ്ടുവന്ന് സംസ്കൃതം പഠിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടും ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അദ്ദേഹമാണ് ഭഗവത്ഗീതയ്ക്ക് മനോഹരമായ പേരും കൊടുത്തത്, ദ സോങ് സെലസ്റ്റിയൽ.
ദ സോങ് സെലസ്റ്റിയൽ, ദിവ്യഗീതം. ഭഗവത്ഗീതയ്ക്ക് ദ സോങ് സെലസ്റ്റിയൽ ദിവ്യഗീതം എന്ന് പേര് കൊടുത്തതും ഈ എഡ്വിൻ ആർണോൾഡാണ്. എഡ്വിൻ ആർണോൾഡിന്റെ പരിഭാഷ ലോകത്തിലെ എല്ലാ ഭാഷകളിലും എത്തി. അങ്ങനെ ലോകം മുഴുവൻ ഭഗവത്ഗീത എത്തിച്ചതിന്റെ തീർച്ചയായും ഒരു ധാർമ്മികമായ ഒരു കടപ്പാട് നമുക്ക് ബ്രിട്ടീഷുകാരോടുണ്ട് എന്നും തീർച്ചയായും നമ്മൾ ഇത്തരണത്തിൽ പ്രത്യേകമായി പറയേണ്ടതാണ്. പിന്നത് അനുവാചക ഹൃദയങ്ങളിലേക്ക് എമേഴ്സൺ, കവി വാൾട്ട് വിറ്റ്മാൻ, തോറ, ഷേപ്പനോർ, ആൽഡസ് ഹക്സ്ലി ആദ്യം നിരീശ്വരവാദിയായിരുന്നു. ഇത് പഠിച്ച ശേഷം അദ്ദേഹം പൂർണ്ണ ഈശ്വരവാദിയായി മാറി. തോറ പറയുന്നത്, ഞാൻ ഗീതയാകുന്ന സരസിൽ, ഗീതയാകുന്ന നദിയിൽ എന്നും മുങ്ങിക്കുളിച്ചേ എനിക്ക് എൻ്റെ മറ്റ് ജീവിത കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് തോറ. എമേഴ്സൺ ഇതിൻ്റെ ഒരു ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. കാർലൈൽ ഇത് പഠിച്ചിട്ട്, കാർലൈൽ എന്ന് പറഞ്ഞൊരു തത്വചിന്തകൻ ഇത് പഠിച്ചിട്ട് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ നേതാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് 3 ആയിരുന്നു ഭഗവത്ഗീത. ഒന്ന് അമ്മ. മഹാത്മാഗാന്ധിയുടെ അമ്മ ചെറുപ്രായത്തിൽ മരിച്ചു. ഗാന്ധിജി പറയുന്നത്, എനിക്ക് അമ്മയുടെ അസാന്നിധ്യം ഒരിക്കലും അനുഭവപ്പെടാതിരുന്നത് എന്നും ഒരു കൈപ്പുസ്തകമായി എൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോഴും ഈ ഭഗവത്ഗീതയാകുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. 2 അഹിംസ, ആരെയും ദ്രോഹിക്കരുത്. ഞാനും മറ്റൊരാളും ഒരേ ആത്മചൈതന്യത്തിനുടമയാണ്, ആരെയും ദ്രോഹിക്കരുതെന്നുള്ള അഹിംസാ സിദ്ധാന്തവും ഗാന്ധിജി സ്വായത്തമാക്കിയത് ഭഗവത്ഗീതയിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായി ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാന യോഗ്യത ആസക്തിയില്ലായ്മ, അനാസക്തി. അമ്മയും അഹിംസയും അനാസക്തിയും ഗാന്ധിജി പഠിച്ചത് ഭഗവത്ഗീതയിലാണ്. ഗാന്ധിജി പറഞ്ഞൊരു നിർവചനമുണ്ട്, ഒരു ചെറിയ പാത്രത്തിൽ ഒരു വലിയ കടലെടുത്ത് വെച്ചിരിക്കുകയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചിമിഴിൽ കടലെടുത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. വിവേകാനന്ദ സ്വാമി 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി ചിക്കാഗോയിൽ എന്ത് പ്രസംഗിച്ചോ അത് മുഴുവൻ ശിവമഹിന്ന സ്തോത്രവും ഭഗവത്ഗീതയുമായിരുന്നു. ഭഗവത്ഗീതയുടെ എസൻസും ശിവമഹിന്ന സ്തോത്രവും വളരെ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗന്ധർവനാൽ പുഷ്പദന്തൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനാൽ വിരചിതമായ ശിവമഹിന്ന സ്തോത്രവും ഭഗവത്ഗീതയുമായിരുന്നു വിവേകാനന്ദ സ്വാമി 1893 സെപ്റ്റംബർ 11-ാം തീയതി ചിക്കാഗോയിൽ തീർച്ചയായും പൂർണ്ണമായും അദ്ദേഹത്തെ പ്രസംഗത്തിൽ ഉപയോഗിച്ച തത്വചിന്തയുടെ ഭാഗം. ഐൻസ്റ്റീൻ പറയുകയാണ്, ഈ ഇന്ത്യയിലെ ഗീതയും ഉപനിഷത്തും എനിക്ക് നേരത്തെ കിട്ടിയിരുന്നില്ല. ഞാൻ എൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആപേക്ഷിക സിദ്ധാന്തവും ഈ സമയം MC സ്ക്വയർ ഇക്വേഷനും ഒക്കെ എത്രയോ മുമ്പേ ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. ഞാൻ പറയുന്നതല്ല, ആധികാരികമായി ഐൻസ്റ്റീന്റെ ബുക്കുകളിൽ ഐൻസ്റ്റീൻ പറയുന്നതാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചു ഓപ്പൺഹീമർ. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ഓപ്പൺഹീമർ ആറ്റം ബോംബിന്റെ സ്ഫോടനം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് നമ്മുടെ ഈ നിയമസഭയിലൊക്കെ ധനകാര്യമന്ത്രിമാർക്ക് ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കും ചില കാവ്യങ്ങളും സ്തോത്രങ്ങളും ഉദ്ധരിക്കുമല്ലോ. അതൊരു ഓപ്പൺഹീമർ ഉദ്ധരിച്ചത് അർജുനന് ഭഗവാനെ നേരിട്ട് കാണിച്ചു കൊടുത്തു. അർജുനന് ഭഗവാന്റെ സ്വരൂപം നേരിട്ട് കാണിച്ചു കൊടുത്തു. അതിന് വിശ്വരൂപ ദർശനം എന്നാ പറയുന്നത്. ആ ഓപ്പൺഹീമർ ഉപയോഗിച്ചത് ആ ശ്ലോകമാണ്, ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത യദി ഭാ സദൃശി സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. 1000 സൂര്യന്മാർ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ ഓപ്പൺഹീമർ പറയുവാണ്, ഭഗവത്ഗീതയിലുള്ള ഈ നമ്മുടെ ദേവിയുടെ ചൈതന്യം എത്രാന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഒരു പക്ഷേ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നു വന്നാൽ എന്ത് പ്രകാശമായിരിക്കുമോ ആ പ്രകാശമാണ് ദേവിയുടെ പ്രകാശം. അത് നമ്മുടെ ഉള്ളിലുമുണ്ട്. അതേ പ്രകാശത്തിനെ സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ ഉള്ളിലുള്ള ദേവി ചൈതന്യത്തിനെ സാക്ഷാത്കരിക്കുന്നത് അമ്മയിലൂടെയാണ്. അതിനാണ് നമ്മളിവിടെ വരുന്നത്. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നു വന്നാൽ എന്ത് പ്രകാശമാണോ ആ പ്രകാശം ഞാൻ ഈ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ കണ്ടു എന്ന് ഓപ്പൺഹീമർ എന്ന് പറയുന്ന ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾ പറഞ്ഞത്, ആറ്റം ബോംബ് സ്ഫോടനം നടത്തിയ ആൾ പറഞ്ഞത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ് ഉദ്ധരിച്ചത്. പണ്ട് നയനാർ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി നയനാർ, അദ്ദേഹം പോപ്പിനെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയ പുസ്തകവും മറ്റൊന്നുമല്ല ഭഗവത്ഗീത. ഇന്ത്യയിൽ നിന്ന് ഏത് ലോക നേതാക്കളെ കാണാൻ പോയാലും കൊണ്ടു കൊടുക്കുന്ന പുസ്തകം ഭഗവത്ഗീതയാണ്. കാരണം ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഒരു യുദ്ധക്കളത്തിനെ ഗുരുക്ഷേത്രമാക്കി മാറ്റി സമസ്ത വേദാർത്ഥ സംഗ്രഹം പറഞ്ഞുകൊടുത്ത് ധർമ്മ സമൂഢനായ ഒരാളെ ധർമ്മ ഉന്മുഖനാക്കിയ ഇതിനേക്കാൾ മഹത്തരമായൊരു തത്വശാസ്ത്രം വേറെ ഇല്ല തന്നെ എന്നുള്ളത് നമുക്ക് ഇനിയെങ്കിലും പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ അത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് പൂർണ്ണമായും നമുക്ക് പറയാം. അതുപോലെ എവിടെയെല്ലാം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ സിലബസിന്റെ ഭാഗമാണ്, ജർമ്മനിയിൽ സിലബസിന്റെ ഭാഗമാണ്, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത സിലബസിന്റെ ഭാഗമാണ്. ഹാർവാർഡ്
ഹാർവേർഡ് യൂണിവേഴ്സിറ്റി, നെഹ്റു ഒക്കെ പഠിച്ച ഹാർവേർഡ് പറയുന്നത് ധാർമ്മിക ബോധം നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ എവിടുന്ന് വേണം? ഭഗവത്ഗീത പഠിക്കണം. അപ്പൊ ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണമെന്ന് പറയുന്ന ആ ലോക യൂണിവേഴ്സിറ്റികൾ, ലോക സ്ഥാപനങ്ങൾ, ലോക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നിങ്ങൾക്ക് ഒരു മനഃശാസ്ത്ര പ്രശ്നം ഉണ്ടാവത്തില്ല, അടിസ്ഥാനപരമായി ഗീത നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ മതി എന്ന് പറയുന്ന ആ ഭഗവത്ഗീതയെക്കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും, കാലമോ പോകിൽ പോയി പോട്ടെ, ഇനിയെങ്കിലും ഭഗവത്ഗീത ഒരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കുവാൻ ഞാൻ ഈ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയോട് വളരെ കാര്യമായി പറയുന്നു. ഭഗവത്ഗീത ആവശ്യമുള്ളവർ വരട്ടെ, പക്ഷെ വന്നാൽ തുടർച്ചയായി വരണം. ആവശ്യമുള്ളവർ വരട്ടെ, വരുന്നവരെ ഇത് പഠിപ്പിച്ചാൽ ഒരു പക്ഷേ ഈ ക്ഷേത്ര കമ്മിറ്റി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി മാറും എന്ന് ഞാൻ ഈ ഒരു വളരെ ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. ഈ ഭഗവത്ഗീത ഉപദേശിക്കാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവത്ഗീത ഉപദേശിക്കാനുണ്ടായ സാഹചര്യം ഈ വ്യാസന്റെ തന്നെ മക്കളാണ്. ആരൊക്കെയാണ്? പാണ്ഡുവും ധൃതരാഷ്ട്രവും. വ്യാസന്റെ കഥയാണ് മഹാഭാരതം. വ്യാസന്റെ തന്നെ മക്കളാണ് പാണ്ഡുവും ധൃതരാഷ്ട്രവും. ഈ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകാൻ പാടില്ലാത്ത അഥവാ ഉണ്ടാകുന്ന ഓഹരി വെപ്പ് സമയത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓഹരി വെപ്പ് സമയത്ത് പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ടതൊന്നും ഈ നമ്മുടെ ധൃതരാഷ്ട്ര മക്കൾ കൊടുക്കില്ല എന്നൊരു വളരെ നിശ്ചയദാർഢ്യം. പേര് തന്നെ അങ്ങനെ, ധൃതം രാഷ്ട്രം, ആർക്കുള്ളതും എനിക്ക് പോരട്ടെ എന്നത് ആർക്കും കൊടുക്കത്തില്ല. ഇതാണ് ധൃതരാഷ്ട്രം എന്ന വാക്കിന്റെ അർത്ഥം. ആർക്കുള്ളതും എനിക്ക് വേണം, ഇങ്ങോട്ട് പോരട്ടെ, എനിക്കുള്ളത് ആർക്കും കൊടുക്കത്തില്ല. ആ ധൃതരാഷ്ട്രം പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ടത് പോലും കൊടുക്കാത്തൊരു സാഹചര്യം. അവസാനം ഭഗവാൻ തന്നെ ദൂതനായി പോയി. പകുതി രാജ്യം പറഞ്ഞു പറ്റില്ല, അഞ്ച് വീട് പറഞ്ഞു പറ്റത്തില്ല, ഒരു വീട് പറഞ്ഞു ഇവർക്കെല്ലാം കൂടെ താമസിക്കാൻ പറ്റത്തില്ല, സൂചി കുത്താൻ പോലും ഇടം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു കുരുക്ഷേത്ര യുദ്ധം മാത്രമേ അനിവാര്യമാകൂ എന്നൊരു സാഹചര്യത്തിലാണ് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് പോയത്. ആ യുദ്ധത്തിൽ ഏറ്റവും ഉത്സുകനായി നിന്നത് ആരായിരുന്നു? അർജുനായിരുന്നു. ഏറ്റവും നല്ല ചുണക്കുട്ടിയെ പോലെ നിന്നത് അർജുനായിരുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം സംജാതമായി. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ഉപയോഗിച്ച ശംഖിന്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, പാഞ്ചജന്യം. ഭഗവാന്റെ പാഞ്ചജന്യത്തോടൊപ്പം അതേ നിമിഷം തന്നെയാണ് അർജുനൻ ദേവദത്തം എന്ന് പറഞ്ഞ ശംഖ് വിളിക്കുന്നത്. പക്ഷേ എന്നിട്ട് യുദ്ധം തുടങ്ങാമെന്ന് പറയുന്നതിന്റെ വ്യാസഭഗവാന്റെ ഭാഷ പ്രവർത്തി ശസ്ത്രസമ്പാദി, ശസ്ത്ര പരിപാടികൾ ആരംഭിക്കാം, പ്രവർത്തി എപ്പോൾ ആരംഭിക്കാം യുദ്ധം എന്ന് പറഞ്ഞ അർജുനൻ യുദ്ധം തുടങ്ങി ആദ്യ ദിവസം അർജുനന് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി. യുദ്ധത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത് എല്ലാവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നൊരു വല്ലാത്ത ആഗ്രഹം. ഭഗവാൻ ആരാണ്? ഭഗവാൻ അർജുനന്റെ തേരാളിയാണ്. ഭഗവാൻ ഏത് വേഷവും ഭംഗിയായി ആടും. അർജുനന്റെ തേരാളിയാണ്, വെറും തേരാളി. അർജുനനാണ് യോദ്ധാവായ അർജുനൻ ഭഗവാനോട് പറഞ്ഞു തേര് കൊണ്ട് നിർത്താൻ പറഞ്ഞു. അർജുനൻ യഥാസ്ഥാനത്ത് ഭീഷ്മർക്കും ദ്രോണർക്കും അഭിമുഖമായി തേര് കൊണ്ട് നിർത്തി കൊടുത്തു. തേരങ്ങോട്ട് നിർത്തിയപ്പോൾ അർജുനൻ ഞാനെന്നും എന്റേതെന്നൊരു ഭാവം അർജുനിലേക്ക് തന്നെ കയറി വരികയാണ്. എന്റെ ബന്ധുക്കൾ ദുര്യോധനെ പോലും ജ്യേഷ്ഠനായി കാണുന്നു, ഭീഷ്മരെയും ദ്രോണരെയും എതിരാളികളെ മൊത്തം ബന്ധുക്കളായി കാണുന്നു. അർജുനൻ ആകെ വിറയിൽ. അതിന് ഗീതയിൽ പറഞ്ഞ വാക്ക് വേ പതുച്ച ശരീരമേ, വിറയല്. അർജുനൻ രോമാഞ്ചം ഉണ്ടാകുന്നു. ഇവരെല്ലാം യുദ്ധത്തിൽ നിന്ന് മാറിപ്പോയെങ്കിൽ എന്നോർത്ത് രോമാഞ്ചം ഉണ്ടാകുന്നു. കയ്യിലിരിക്കുന്ന സാക്ഷാൽ അർജുനന്റെ പിതാവായ ദേവേന്ദ്രൻ സമ്മാനിച്ച ഗാന്ധീവം പോലും കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. നശക്നവും അവസ്ഥാതു, നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല. തൊക്ക് ചുട്ടുപൊള്ളുന്നു, തൊലി ചുട്ടുപൊള്ളുന്നു. ചെയ്വ പരിദേശ്യത, ആകെ ഭ്രമിക്കുന്നു, കരയുന്നു, കലവില പറയുന്നു. കലവില എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കലവില പറച്ചില് ലോകത്ത് ഒരു ഗ്രന്ഥത്തിലും കാണാൻ പറ്റത്തില്ല. പ്രവർത്തേ ശസ്ത്രസമ്പാദേ, ഇപ്പൊ യുദ്ധം തുടങ്ങണം, ഇപ്പൊ യവന്മാരെ വീഴ്ത്തണമെന്ന് പറഞ്ഞ ആള് യുദ്ധക്കളത്തിൽ പോയി നേരിട്ട് കണ്ടപ്പോൾ ഞാനെന്നും എന്റേതെന്നും, നമുക്കായാലും വരൂ, സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾ പോയാൽ മതി, ഞാനെന്നും എന്റേതെന്നുള്ള ഭാവം കയറി വരരുത്. വന്നാൽ ആകെ ചുട്ടുപൊള്ളും, രോമാഞ്ചം വരും, നൂന്നു നിൽക്കാൻ കഴിയത്തില്ല, ആകെപ്പാടെ ബുദ്ധിമുട്ടാവും, കലവില പറയും. ഭഗവാനെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് നമുക്ക് തോന്നുന്നു. ആ അവസ്ഥയിൽ അർജുനൻ ധർമ്മസമ്മൂഢനായി. ആ ധർമ്മസമ്മൂഢനായ അർജുനനെ കർമ്മോ ഉന്മുഖനാക്കാൻ ധർമ്മയുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ ആ ഒന്നാമത്തെ യുദ്ധ ദിവസം ഭഗവാൻ അർജുനെ നിമിത്തീകൃതമാക്കി ഉപദേശിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഒന്നാമത്തെ യുദ്ധ ദിവസം
ധർമ്മസമൂഢനായ അർജുനനെ നിമിത്തീകൃതമാക്കി സാക്ഷാൽ ഭഗവാൻ ഉപദേശിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇത് കേൾക്കാൻ 2 പേർക്ക് ഭാഗ്യമുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നവർ കൂടാതെ 2 പേർക്ക് ഭാഗ്യം. 1 സഞ്ജയ്, ധൃതരാഷ്ട്ര മന്ത്രി. 2 വ്യാസഭഗവാൻ. ഈ വ്യാസഭഗവാൻ ഇത് കേട്ട ശേഷം 36 വർഷം ആലോചിച്ചു ഭഗവാൻ എന്താണ് പറഞ്ഞതിന്റെ തത്വം ഒന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ പാണ്ഡവന്മാർ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം 36 വർഷം ഭരിച്ചു. ആ 37, 38, 39 വർഷങ്ങളിൽ അവസാനത്തെ 3 വർഷം കൊണ്ടാണ് മഹാഭാരതവും ഭഗവത്ഗീതയും എഴുതി തീർത്തത്. അർജുനെ നിമിത്തി. അപ്പം കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ചല്ല ഈ പുസ്തകം ഉണ്ടായത്. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ചല്ല ഇന്ന് നമ്മൾ കാണുന്ന ഭഗവത്ഗീത ഉണ്ടായത്. കുരുക്ഷേത്ര യുദ്ധകളം ഉപദേശം മാത്രം. അത് കേൾക്കാൻ ഭാഗ്യമുണ്ടായത് ദിവ്യ ചക്ഷുസ് ഉണ്ടായിരുന്ന 1 വ്യാസഭഗവാനും 2 സഞ്ജയനും. അവരത് കേട്ട ശേഷം, അവരത് പൂർണ്ണമായും കേട്ട ശേഷം, ആ ദിവ്യ ചക്ഷുസ് ഉണ്ടായിരുന്ന സഞ്ജയനും വ്യാസഭഗവാനും അത് കേട്ട ശേഷം 36 വർഷത്തെ ധൃതരാഷ്ട്രയുടെ ഭരണത്തിന് ശേഷം 37, 38, 39 വർഷത്തിലാണ് ഭഗവത്ഗീത എഴുതിച്ചത്. അത് ആരാ എഴുതിയത്? ഭഗവത്ഗീത എഴുതി വ്യാസഭഗവാൻ പറഞ്ഞു കൊടുക്കുകയും സാക്ഷാൽ മഹാഗണപതി തമ്പുരാനാണ് എഴുതിയത്. ഓങ്കാര പൊരുളായ മഹാഗണപതിയെ കൊണ്ട് മഹാഗണപതിക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് ശുഗനെ മനസ്സിലാവത്തുള്ളൂ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനമല്ലെന്ന് വ്യാസഭഗവാൻ പോലും പറയും. അങ്ങനെ വ്യാസഭഗവാൻ ആദ്യം കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ 1 മണിക്കൂർ കൊണ്ടുള്ള ഭഗവത്ഗീത ഉപദേശം 36 വർഷം മനസ്സിലിട്ട് ആലോചിച്ച് 37, 38, 39 വർഷങ്ങളിൽ ആണ് ഇന്നത്തെ ഭഗവത്ഗീതയും മഹാഭാരതവും ഗ്രന്ഥമാക്കിയത്. അല്ല യുദ്ധക്കളത്തിൽ വെച്ചല്ല ഈ ഗ്രന്ഥം ഉണ്ടായതെന്നും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 36 വർഷം ആലോചിച്ച് ഗണപതി തമ്പുരാൻ, മഹാഗണപതി തമ്പുരാനെ കൊണ്ടാണ് മഹാഗണപതി തമ്പുരാന് മാത്രമേ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കി ഇത്തരം ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അവബോധവും നമ്മുടെ ഉള്ളിലേക്ക് തീർച്ചയായും വരേണ്ടതാണ്. നമ്മളിവിടെ ഭഗവത്ഗീതയുടെ ഒരു വിശ്വജനീന സന്ദേശത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഭഗവത്ഗീതയുടെ വിശ്വജനീന സന്ദേശം. ഭഗവത്ഗീത ഈ സമൂഹത്തിന് ഭഗവത്ഗീതയിൽ കൊടുക്കാനുള്ളത് എന്താണ്? വേറൊന്നുമല്ല. ഭഗവത്ഗീതയ്ക്ക് ഈ സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്താണ്? 4 കാര്യങ്ങളാണ്. 1, ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ പലരും വായിച്ചിട്ടുണ്ടാവും. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ആദ്യം തുടങ്ങുന്ന വാക്ക് ധർമ്മം, അവസാനിക്കുന്ന വാക്ക് മമ. സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, സംസ്കൃത ഗ്രന്ഥങ്ങളുടെ എസൻസ് പിടികിട്ടാൻ ആദ്യ വാക്കും അവസാന വാക്കും നോക്കിയാൽ മതി. ആദ്യ വാക്ക് ധർമ്മ, അവസാന വാക്ക് മമ. അപ്പൊ മമ ധർമ്മം, നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അതൊന്ന് വിശദീകരിച്ചാൽ ക്ഷേത്രേ കുരുധർമ്മ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള സംസ്കൃത ശ്ലോകം ഒന്ന് വിശദീകരിച്ചാൽ, ഒന്ന് അന്വയപ്രകാരം ഒന്ന് മാറ്റി പറഞ്ഞാൽ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ളത് ക്ഷേത്രേ കുരുധർമ്മ, അവനവന്റെ ധർമ്മം, എന്റെ ധർമ്മം, നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. ഭഗവാനെ കൃഷ്ണ, നമ്മുടെ ധർമ്മം, നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്താണെന്ന് നമ്മെ ബോധിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. ധർമ്മം, ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ ധർമ്മം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ധർമ്മമായി ചെയ്യണം. എന്താണ് ധർമ്മം? അധർമ്മം വരുമ്പോഴേ ധർമ്മം മനസ്സിലാക്കുള്ളൂ. ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ മുൻ നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ, ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ UN പോയാലും, സ്കൂളിൽ പോയാലും, കോളേജിൽ പോയാലും, അമേരിക്കയിൽ പോയാലും, ലോകത്തെവിടെ പോയാലും ആ സദസ്സിനോട് പറയുന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഗാനം ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ സ്വഭാവം സുന്ദരമാകും. സ്വഭാവം സുന്ദരമായാൽ ഭവനത്തിൽ സ്വരച്ചേർച്ചയുണ്ടാവും. ഭവനത്തിൽ സ്വരച്ചേർച്ചയുണ്ടായാൽ രാഷ്ട്രത്തിന് വ്യവസ്ഥ കൈവരും. രാഷ്ട്രത്തിന് വ്യവസ്ഥ കൈവന്നാൽ ലോകത്തിൽ സമാധാനം ഉണ്ടാവും. ഇത് യൂറോപ്യൻ യൂണിയൻ എന്നല്ല, UN എന്നല്ല, ലോകത്തിൽ എവിടെ പോയാലും സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ധർമ്മത്തെക്കുറിച്ചുള്ള ഈ സ്തോത്രം. ഇത് പുട്ടപർത്തിയിൽ, സത്യസായി നിലയത്തിൽ, പ്രശാന്തി നിലയത്തിൽ നിത്യം ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ സ്വഭാവം സുന്ദരമാകും. ഹൃദയത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ സ്വഭാവം സുന്ദരമാകും. സ്വഭാവം സുന്ദരമായാൽ ഭവനത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാവും. ഭവനത്തിൽ സ്വരച്ചേർച്ച ഉണ്ടായാൽ രാഷ്ട്രത്തിന് വ്യവസ്ഥ കൈവരും. രാഷ്ട്രത്തിന് വ്യവസ്ഥ കൈവന്നാൽ ലോകത്തിന്
സമാധാനം ഉണ്ടാകും. ഇതാണ് ധർമ്മത്തെക്കുറിച്ചുള്ള അബ്ദുൽ കലാം സാർ എന്നും നമ്മെ അനുസ്മരിപ്പിക്കുന്ന. അബ്ദുൽ കലാം സാറിനെ ഓർക്കുമ്പോൾ ഈ കൃതിയിലൂടെ ഇത് നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. ധർമ്മത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു നിർവചനം മറ്റാരും പറഞ്ഞിട്ടില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ തേജസ്സാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യാൻ പറ്റാത്തൊരു പദമാണ്. ധർമ്മം ആരെങ്കിലും ജർമ്മനിയിലേക്ക് വിവർത്തനം ചെയ്താലും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താലും സംസ്കൃതമാക്കാം ധർമ്മം. ധർമ്മം ഏതെങ്കിലും ഭാഷയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്താൽ, അതിനെ നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്താൽ ധർമ്മത്തെ ധർമ്മമെന്നല്ലാതെ മറ്റൊന്നായി വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. മറ്റൊരു ഭാഷയിലേക്കും പരിഭാഷ ചെയ്യാൻ പറ്റാത്തൊരു പദമാണ് ധർമ്മം. നമ്മളെ എല്ലാവരെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഈ മൂല്യവ്യവസ്ഥയുടെ പേരാണ് ധർമ്മം. ശങ്കരാചാര്യ സ്വാമികൾ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതു. നമ്മളെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന, ഈ പ്രപഞ്ചത്തെയാകെ ഒന്നിപ്പിക്കുന്ന, നമ്മളെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന, പ്രപഞ്ചത്തെയാകെ ഒന്നിപ്പിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വർദ്ധിത ഐശ്വര്യത്തിൻ്റെയും ആത്മീയ ഉന്നതിയുടെയും എന്തൊക്കെ മൂല്യങ്ങൾ വേണോ ആ മൂല്യങ്ങളുടെ ആകെ തുകയുടെ പേരാണ് ധർമ്മം. അപ്പൊ ചെയ്യുന്ന ഓരോ കർമ്മവും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും അവനവന്റെ കർമ്മം ധർമ്മമായി ചെയ്യണം. ഹൃദയത്തിൽ ധാർമ്മികത ഉണ്ടെങ്കിലേ ലോകത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഒരു ഭാഷയിലേക്കും ഭാഷാന്തരം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ എല്ലാവരെയും ചേർത്തു കോർത്ത് നിർത്തുന്ന മൂല്യവ്യവസ്ഥയുടെ പേരാണ് ധർമ്മം. ധർമ്മത്തിന് തുല്യം ധർമ്മം മാത്രം. അതാണ് പ്രപഞ്ച താളം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ധർമ്മമാണ് നമ്മുടെ ഉള്ളിലെ ദൈവം. നമ്മുടെ ഉള്ളിൽ ദൈവിക ശക്തി ഉണ്ടെങ്കിൽ അത് ധർമ്മമാണ്. ധർമ്മമേവ പരം ദൈവം. ധർമ്മമാണ് മഹാധനം. ധർമ്മമേവ മഹാധനം. ധർമ്മം സർവത്ര വിജയി. അത് നമുക്ക് എല്ലാ ശ്രേയസ്സും തരുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ഇതുകൊണ്ടാണ്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ യുദ്ധത്തിന് പോയപ്പോൾ ദുര്യോധനൻ അമ്മയായ ഗാന്ധാരിയോട് ചെന്നിട്ട്, അമ്മേ, പ്രിയപ്പെട്ട അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധാരി പറഞ്ഞ എന്താണ്? യഥോ ധർമ്മ തഥോ ജയ. അതാണ് നമ്മുടെ സുപ്രീം കോടതി ആപ്തവാക്യം. അല്ലാതെ മോനെ നീ ജയിച്ചു പോവാന്ന് പറഞ്ഞില്ല. യഥോ ധർമ്മ തഥോ ജയ. നാരദ മഹർഷി ഒരു പടി കൂടെ കടന്നു പറഞ്ഞു, യഥോ കൃഷ്ണ തഥോ ധർമ്മ, യഥോ ധർമ്മ തഥോ ജയ. നാരദ മഹർഷി കുറച്ചുകൂടെ കടന്നാ പറയുന്നു. വ്യാസഭഗവാൻ ഈ മഹാഭാരതം മുഴുവൻ എഴുതിയ ശേഷം വ്യാസഭഗവാൻ പറഞ്ഞു, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. നമ്മുടെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ധർമ്മം. അല്ലെങ്കിൽ ധർമ്മം എന്നെ കൊണ്ടുപോലും നേരെ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. പ്രപഞ്ച താളമാണ് നമ്മളെയെല്ലാം ഒന്നിപ്പിക്കുന്ന മൂല്യവ്യവസ്ഥയുടെ പേരാണ് ധർമ്മം. അപ്പൊ നമ്മൾ പ്രത്യേകം പറയുന്നു, ഏത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് വേണം? ധർമ്മമായി അനുഷ്ഠിക്കാവൂ. ഈ ലോകം നന്നായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമേ ഏത് കർമ്മവും അവനവന്റെ കർമ്മം ചെയ്യാവൂ. അതാണ് കർമ്മം ധർമ്മമായി അനുഷ്ഠിക്കണം. 3, ഭഗവത്ഗീത ഭക്തിയോഗം എന്നൊരു അധ്യായം. ഭഗവത്ഗീത ഭക്തിയോഗം എന്ന അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, ഏതു ധർമ്മ്യ അമൃതമിതം യഥോക്തം പര്യുപാസതി ശ്രദ്ധ ധാന മത്പരമ ഭക്താസ്തി അതീവമേ പ്രിയ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ധർമ്മ്യവും അമൃതവും ഉള്ളത്. 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന് കർമ്മം ധർമ്മമായി ചെയ്യണം. ഞാൻ പറഞ്ഞ രണ്ടേ രണ്ട് വാക്കേ ഞാൻ പറഞ്ഞോളൂ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളും ധർമ്മമായി ചെയ്യണം. ലോകത്തെ നിലനിർത്തുന്ന സത്യസന്ധമായി മൂല്യവത്തായി ചെയ്യണം. 3ാമത് വ്യാസഭഗവാൻ പറയുവാണ്, 12ാം അധ്യായത്തിലെ അവസാന ശ്ലോകം, നമ്മൾ ചെയ്യുന്ന എന്തും ധർമ്മമല്ല, ധർമ്മ്യവും അമൃതവുമായി ചെയ്യണം. എന്തുവാ ഈ ധർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും ലോകത്തിന് എന്ത് ഗുണം ഉണ്ടാവും ചിന്തിക്കണം. ഇവിടെ ഉത്സവം നടത്തുന്നു, ഈ നാട്ടിന് എന്ത് ഗുണമുണ്ടാവും, ഈ ക്ഷേത്രത്തിന് ഗുണമുണ്ടാവും. ധർമ്മ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സ്ഥിരത, പുരോഗതി, സന്തോഷം, ക്ഷേമം, സമാജത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. ഇതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരന് സുഖത്തിനായി വരിക. നമ്മൾ എന്ത് ചെയ്യുന്നതും ലോകത്തിന്റെ സ്ഥിരത, പുരോഗതി, സന്തോഷം, ക്ഷേമം, സമാജത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. അതാണ് ധർമ്മ്യം. അപ്പൊ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ധർമ്മമായി ചെയ്യണം, പോരാ ധർമ്മ്യമായി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എന്ത് നിങ്ങൾ ചെയ്താലും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ നീ പഠിക്കുക. നീ എങ്ങനെ പഠിക്കണം? ഈ ലോകം നിലനിൽക്കാൻ വേണ്ടി, നിനക്ക് നിലനിൽക്കാൻ വേണ്ടി, ഈ ലോകത്തിനെ ആകെ നിലനിർത്തുന്ന നല്ലൊരു ഡോക്ടറാകാൻ, നല്ലൊരു എഞ്ചിനീയറാകാൻ, നല്ലൊരു ഉദ്യോഗസ്ഥനാകാൻ, നല്ലവനാകാൻ ആയിട്ട് നീ പഠിക്കണം. ധർമ്മമായി പഠിക്കണം. പോരാ, നീ പഠിച്ചു കഴിഞ്ഞാൽ ഈ സമാജത്തിന് എന്ത് പുരോഗതി ഉണ്ടാവും, എന്ത് സ്ഥിരതയുണ്ടാവും.
എന്ത് സന്തോഷം ഉണ്ടാവും, എന്ത് ക്ഷേമം ഉണ്ടാവും, ഈ സമാജത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്ത് ഗുണം നിനക്ക് ചെയ്യാൻ കഴിയും എന്ന് കരുതി വേണം നീ പഠിക്കാൻ. ഇപ്പൊ കർമ്മം ധർമ്മം ധർമ്മ്യമായി ചെയ്യണം. ഞാൻ പറയുന്നില്ല, ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ ഭഗവാൻ ഉപദേശിച്ച ഏത് കർമ്മവും ധർമ്മ്യമായി ചെയ്യണം. പോരാ. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി എന്ത് ചെയ്തതും മറ്റൊരാൾക്ക് സുഖമുണ്ടാവുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലാതെ ഒരു ദോഷവും ആർക്കും വരാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യരുത്. ഭാഗവത് അപ്പം കർമ്മം ധർമ്മം ധർമ്മ്യം, ലോകത്തിന് എന്ത് നേട്ടം ഉണ്ടാവും, എന്ത് ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് എന്ത് ഗുണമുണ്ടാകും, സമാജത്തിന് എന്ത് ഗുണമുണ്ടാവും, ഈ നമ്മൾ വസിക്കുന്ന സമൂഹത്തിന്, നാടിന്, വില്ലേജിന്, രാഷ്ട്രത്തിന്, ലോകത്തിന് എന്ത് ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് അബ്ദുൽ കലാം സാർ എവിടെ പോയാലും ധർമ്മത്തിന്റെ കവിത പാടുന്നത്. പോരാ, ആത്മസാക്ഷാത്കാരവും വേണം. ആത്മസാക്ഷാത്കാരവും വേണമെന്നുള്ളതിന് ഭാഗവതം വായിക്കാൻ അറിയാൻ വയ്യാത്ത ആരും ഈ സദസ്സിൽ കാണത്തില്ല. സർവജ്ഞനായി ഭാഗവതത്തിലെ ആദ്യ പേജാണ്, നമ്മൾ ഓടിച്ചു വിടും. സർവജ്ഞനായി സർവജഗൽ കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരയണമേ. ആദ്യ ഫസ്റ്റ് പേജ് ഓടിച്ചു വിടുന്ന ഒരു പേജാണ്. സപ്താഹകാരാദി അവരുടെ ഓട്ടം പറയണ്ട, നമ്മുടെ ഓട്ടവും പറയണ്ട, നമ്മളും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഭാഗവതത്തിലെ മൂല ശ്ലോകമാണ്. ജന്മാദ്യസ്യതോന്വയാ ഇതരത ചത്വേഷു അഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്ത്യ സൂര്യ തേജോ വാരിവൃഥാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാമ്നസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ആ പരമമായ സത്യം എന്താണെന്ന് എഴുത്തച്ഛൻ മലയാളത്തിൽ പച്ച മലയാളത്തിൽ നമുക്ക് പറഞ്ഞേക്കുവാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ നാമവും ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇത് ചെല്ലാൻ എത്ര മിനിറ്റ് വേണം? ഭാഗവതം കിളിപ്പാട്ട് എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇതൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. സർവജ്ഞനായി, ഞാൻ ആരാ പ്രാർത്ഥിക്കുന്നത്? ഭഗവാൻ സർവജ്ഞനാണ്. സർവജഗൽ കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനതസ്വരൂപനായി അപരിച്ഛിന്നമായി, എത്രയെന്ന് കണക്കാക്കാൻ നീ കഴിയത്തില്ല. ആ പരമാത്മാവിനെ എനിക്ക് ധ്യാനിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ അമൃതം. ഇതിന് വേറെ വല്ല തെളിവുണ്ടോ? ഭാഗവതം അവസാനിക്കുമല്ലോ. സപ്താഹവേദിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഭാഗവതം സൂപ്പർ സോണിക് വിമാനത്തെക്കാൾ വേഗത്തിൽ വളരെ സ്പീഡിൽ പോകുന്ന ഒരു ദിവസമാണ് സപ്താഹം അവസാനിക്കുന്ന ദിവസം. അവിടെ അവസാനത്തെ 2 വരിക്ക് മുകളിൽ സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം, സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണ പദത്തിനായി കൊണ്ടുതാ വണങ്ങുന്നേ. ഇങ്ങനൊരു സ്തുതിയുണ്ട്. ഭാഗവതത്തിന്റെ പ്രമേയം ഇതാണ്. ഈ 2 ഉള്ളൂ ഭാഗവതത്തിന്റെ സ്തുതി, ബാക്കിയെല്ലാം കഥകളാണ്. കഥകൾ വലിയ പ്രമേയം. ഇത് ഏറ്റവും അവസാനം പോട്ടെ, നമ്മൾ ബാക്കി ചെറുപ്പകാലത്ത് പറ്റിയില്ല, അവസാന സമയത്ത് ഇപ്പോഴെങ്കിലും അതിൽ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ഈ 2 സ്തുതി 4-8 വരിയേ ഉള്ളൂ. നിർബന്ധമായി എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയുടെ ഭാഗമാക്കുക. അപ്പൊ ഇതാണ് അമൃതം. നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യം ഉണ്ടെന്ന ബോധത്തോടു കൂടി കർമ്മങ്ങൾ ധർമ്മമായി ധർമ്മ്യമായി അനുഷ്ഠിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഭഗവത്ഗീതയുടെ പ്രമേയം. ഇതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ധർമ്മമായി, ഈ ലോകത്തിന് എന്ത് ഗുണം വരും, ധർമ്മ്യമായി ആത്മസ്വരൂപത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം അനുഷ്ഠിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മനുഷ്യാവതാര കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത് ഘോര അങ്കിരസ് എന്ന മഹർഷിയുടെ അടുത്താണ്. ഘോര അങ്കിരസ് അദ്ദേഹം ഒന്ന് സംസാരിച്ചപ്പോൾ ഭഗവാന് വെറും 3 കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തുള്ളൂ. ഒന്ന്, നീ അക്ഷിതനാണ്. ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുക. നീ അക്ഷിതനാണ്, നീ ക്ഷയിക്കാത്തവനാണ്. നീ അച്യുതനാണ്, നീ നശിക്കാത്തവനാണ്. നീ പ്രാണ സംശിതമസി, നീ സൂക്ഷ്മ പ്രാണനാണ്. നീ ഈ കാണുന്ന പുറമേയുള്ള ശരീരമല്ല. നീ ക്ഷയിക്കാത്തവനും നശിക്കാത്തവനും സൂക്ഷ്മ പ്രാണനുമാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഈ അമ്പലത്തിൽ വരുന്ന സമയത്തോ പ്രാർത്ഥനാ സമയത്തോ മാത്രമല്ല, എപ്പോഴും ഈശ്വര എന്ന് വിചാരിച്ച് ഏത് കർമ്മം ചെയ്യുമ്പോഴും ധർമ്മമായി, ലോകത്തിന് എന്ത് ഗുണം വരും എന്ന് ചിന്തിച്ച് ധർമ്മ്യമായി മനസ്സിൽ പൂർണ്ണമായും ഈശ്വര എന്ന വിചാരത്തോടു മാത്രമേ കർമ്മങ്ങൾ ചെയ്യാവൂ. ഇതാണ് ഭഗവത്ഗീതയ്ക്ക് നമുക്ക് നൽകുവാനുള്ള വിശ്വജനീന സന്ദേശം. ഭഗവത്ഗീതയുടെ വിശ്വജനീന സന്ദേശം എന്ന് പറയുന്നത് കർമ്മം ധർമ്മം ധർമ്മ്യം അമൃതം. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. കർമ്മം ധർമ്മം ധർമ്മ്യം അമൃതം. കർമ്മം ചെയ്യുന്നത് ധർമ്മമായി ചെയ്യുക, അത് ലോകത്തിന് എന്ത് ഗുണം വരുമെന്ന് കരുതി ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരനെ 24 മണിക്കൂർ നിലനിർത്തി മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഭഗവത്ഗീതയ്ക്ക് നമുക്ക് തരാനുള്ള
വിശ്വജനീനമായ സന്ദേശം. ഈ അമൃതത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ തീർച്ചയായും ദേവി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന്. അങ്ങനെ കർമ്മവും ധർമ്മ്യവും അമൃതവും ഈ വിശ്വജനീയ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിസ്സാര കാര്യമാണ്. എന്ത് ചെയ്യുമ്പോഴും ധാർമ്മികമായി ചെയ്യുക, സമൂഹത്തിന് എന്ത് ഗുണം വരുമെന്ന് കരുതി ചിന്തിക്കുക. ഒപ്പം എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശ്വര എന്നൊരു വിചാരത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശേഷി അമ്മ നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് മാത്രമേ ഈ മനോഹരമായ സന്ധ്യയിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ, ഈ ഒരു സിദ്ധാന്തത്തിനെ അനുസ്മരിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ടോ? നമ്മൾ ചിന്തിക്കുമല്ലോ. അദ്ദേഹം നമ്മൾ വളരെ വിശദമായി സംസാരിക്കുന്നു. ധർമ്മം, കർമ്മം, ധർമ്മ്യം, അമൃതം. ഈ ഒരു സിദ്ധാന്തം സിദ്ധാന്തം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലോ ലോകത്തോ ഉണ്ടോ? ഇന്ത്യയിലുമുണ്ട്, ലോകത്തുമുണ്ട്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം, വിവേകാനന്ദ സ്വാമിയാൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യം ആത്മാനോ മോക്ഷാർത്ഥം ജഗദ്ധിതായ. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യം ആത്മാനോ മോക്ഷാർത്ഥം, ആത്മമോക്ഷം. ഉള്ളിൽ ഈശ്വര ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് നാട്ടിന് എന്ത് ചെയ്യാൻ, നല്ലത് ചെയ്യാൻ കഴിയും. ആത്മാനോ മോക്ഷാർത്ഥം. നിങ്ങൾ ആരെങ്കിലും പ്രബുദ്ധ കേരളമോ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായിട്ടുള്ള ഏതെങ്കിലും ബുക്കോ വാങ്ങുകയോ വായിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആപ്തവാക്യം, ആ സിമ്പലിന്റെ താഴെ നോക്കുക. ആത്മാനോ മോക്ഷാർത്ഥം ജഗദ്ധിതായ. ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി എനിക്ക് എൻ്റെ ആത്മാവിനെ കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ധർമ്മമായി ധർമ്മ്യമായി ലോകത്തിന് ഗുണം വരുന്ന തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. അതിന്റെ ഏറ്റവും മഹത്തരമായ ഉദാഹരണമാണ് വിവേകാനന്ദ സ്വാമിയാൽ സ്ഥാപിതമായ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം. ആത്മാനോ മോക്ഷാർത്ഥം, അവരുടെ സിദ്ധാന്തം ഇതാണ്. ആത്മാനോ മോക്ഷാർത്ഥം ജഗദ്ധിതായ. സത്യസായി പ്രസ്ഥാനം, നിങ്ങളുടെ ധാർമ്മിക ജീവിതമാണ് എന്റെ സന്ദേശം, സത്യസായിയുടെ ഉപദേശം. അവരുടെ സിദ്ധാന്തം രണ്ട് കാര്യമുള്ളൂ: ലവ് വാൾ, സർവാൾ. ലവ് വാൾ, എല്ലാവരെയും സ്നേഹിക്കുക. അതല്ലേ നമ്മുടെ കർമ്മം ധർമ്മമായി, അടുത്ത വാക്കാണ് ധർമ്മ്യമായി, ഒപ്പം അമൃതമായി നാം ചെയ്യുക എന്നതിലപ്പുറം മറ്റൊന്നും പറയാനില്ല. ഈ ഒരു സിദ്ധാന്തത്തിൽ നിന്നാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഇവിടെ വന്ന് എന്ത് ചെയ്യുമ്പോഴും ലോകത്തിന് സുഖം വരണം, അല്ലാതെ ചെയ്തിട്ട് എന്ത് കാര്യം? എന്ത് ചെയ്യുമ്പോഴും ലോകത്തിന് സുഖം വരണം, സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന ആശയവും വന്നത് ഈ ഒരു സിദ്ധാന്തമാണ്. ഭഗവത്ഗീതയുടെ കർമ്മം, ധർമ്മം, ധർമ്മ്യം, അമൃതം ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ. ഭഗവത്ഗീതയെ സംബന്ധിച്ച് ഭഗവത്ഗീതയിൽ എന്തുണ്ടെന്നല്ല, ഭഗവത്ഗീതയിൽ എന്തില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഉള്ളതേ ലോകത്ത് എവിടെയുള്ളൂ. ശ്രേഷ്ഠന്മാരാചരിക്കുന്നത് ലോകത്തിന് പ്രമാണമായി മാറുന്നു. അത് ലോകത്തെല്ലാവരും നാളെ അത് അനുകരിക്കുമെന്നും പറയുന്ന ഒരു സിദ്ധാന്തം ഭഗവത്ഗീതയ്ക്കുണ്ട്. നിങ്ങളൊരു നല്ല കാര്യം ചെയ്താൽ നാളത്തെ തലമുറയും അത് അനുകരിക്കും, അത് ലോകത്തിന് പ്രമാണമായി മാറും. ഭഗവത്ഗീത കർമ്മയോഗം എന്ന് പറയുന്ന 3-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തത് ദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥത അനുവർത്തതി. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് പ്രമാണമായി മാറുകയും നാളെ ലോകം അനുവർത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഭഗവത്ഗീത കർമ്മയോഗം നമുക്ക് ഹൃദിസ്ഥമായ ഒരു മുദ്രാവാക്യം പോലെ ഒരു ജീവിത ആപ്തവാക്യമായി മാറട്ടെ. യദ്യദാചരതി ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ സത്തത് ദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥത അനുവർത്തതി. തീർച്ചയായും അതൊരു പ്രമാണമായി നമുക്കെല്ലാം മാറട്ടെ. ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഭഗവാൻ കൃഷ്ണൻ പറയുക, കുറച്ചെങ്കിലും നിങ്ങൾ സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് ഭയമില്ലാതാകും, പുരോഗതി ഉണ്ടാകും. സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ, സ്വൽപ്പം, ഈ കേൾക്കുന്ന കാര്യം അല്പമെങ്കിലും, സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ. ഈ ഭഗവത്ഗീതയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും ഉൾക്കൊണ്ടാൽ നമുക്ക് ഭയവും മാറും, സമസ്ത ഉന്നതിയും മാറും. ഭഗവത്ഗീതയിൽ എന്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ബുദ്ധി ചിന്നിച്ചിതറി പോകരുത്. ബുദ്ധി ഏക സ്ഥലത്തായിരിക്കണം. നാളെ പരീക്ഷയുള്ള കുട്ടി ആ പരീക്ഷയുടെ ആ വിഷയത്തിൽ മാത്രം എതിരിയിരിക്കണം. അമ്മയും അച്ഛനും ആ വിഷയം മാത്രം അവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കൂടിയിരിക്കണം. അതാണ് നമ്മുടെ ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി. വ്യവസായമല്ല, നിശ്ചയിച്ചുറച്ച ബുദ്ധിയായിരിക്കണം നമ്മുടേത്. വ്യവസായാത്മിക ബുദ്ധി, ഒരിക്കലും അവ്യവസായികമാകരുത്. ചിന്നിച്ചേറി പോകുന്ന ബുദ്ധി നമുക്കുണ്ടാകാനേ പാടില്ല, ഭഗവത്ഗീത പറയുകയാണ്. അതുപോലെ വളരെ ഏറ്റവും അധികം ഭഗവത്ഗീതയെ വിമർശിച്ചിട്ടുള്ളൊരു ശ്ലോകം, കർമ്മണ്യേവാധികാരസ്ഥി. ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ
എനിക്ക് എന്ത് കിട്ടും? ഇവിടെ തന്നെ നിങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് 4 പാത്രം കഴുകാൻ പറയുന്നു. എന്തോ തരുമെന്ന് ആദ്യമേ ചോദിച്ചാൽ അയാളെ കൊണ്ട് കഴിക്കാതിരിക്കുന്നതാണ്. അയാളെ കൊണ്ട് പിന്നെ കഴിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കിട്ടുമെന്ന് കരുതി ഒരു കാര്യം കർമ്മം ചെയ്യരുത്. നമുക്ക് അഥവാ ഇവിടുന്ന് 10 രൂപ കുറഞ്ഞാൽ ഈശ്വരനത് തന്നിരിക്കും, സംശയം വേണ്ട. ഫലം ഉദ്ദേശിച്ച് ഒരു കാര്യവും ചെയ്യരുത്. ആ കർമ്മത്തിൽ പൂർണ്ണമായും ഇഴുകിച്ചേർന്ന് കർമ്മം ചെയ്യുവാനുള്ള ഒരു ത്രാണിയും ഒരു സന്മനോഭാവവും നമുക്ക് ഏവർക്കും ഉണ്ടാകണം. അതാണ് കർമ്മണ്യേവ അധികാരസ്ഥ. ഈ ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യാൻ പോയാൽ കേരളത്തിലെ കൃഷിയിടങ്ങൾ പോലെ വരും. ആരും കൃഷി ചെയ്യത്തില്ല. പന്നിയും കൂടെ ആയപ്പോൾ പൂർണ്ണമാവും. അത് അങ്ങനെ വരും. കർമ്മണ്യേവാധികാരസ്ഥ. ഫലം എന്ത് കിട്ടും എന്ന് കരുതി ഒരു കർമ്മവും ചെയ്യരുത്. കർമ്മഫലം അഥവാ അന്നേരം ആ യഥാർത്ഥ ആൾ തന്നില്ലെങ്കിൽ, ഒരു ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇയാളെ 1000 രൂപ ഇന്നലെ കൊണ്ട് തന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വിചാരിച്ച് എങ്ങനെ ഇരിക്കും? ഒരിക്കലും ഒരു കർമ്മം ചെയ്യുന്നതും ഫലം എന്ത് കിട്ടുമെന്ന് കരുതി കർമ്മം ചെയ്യരുത്. ആ ഫലം അഥവാ തരുന്ന ആൾ കുറഞ്ഞാൽ ഈശ്വരൻ നൽകുമെന്നുള്ള ആ അവബോധം ഇതിനേക്കാൾ ഭംഗിയായി പഠിപ്പിക്കുന്ന വേറെ ഒരു തത്വശാസ്ത്രവുമില്ല. ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ആ യുദ്ധക്കളത്തെ ഗുരുക്ഷേത്രമാക്കി മാറ്റി ഉപദേശിച്ചതാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രജ്ഞ, ബുദ്ധി സ്ഥിരമായിരിക്കണം, ഉറച്ച ബുദ്ധിയായിരിക്കണം. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്ന പോലെ ബുദ്ധി സ്ഥിരമായിരിക്കണം. ഭഗവത്ഗീതയുടെ ഏറ്റവും ഭയങ്കരമായ കാര്യമാണ് ക്രോധം. ആർക്കും വരും ക്രോധം. ഉത്സവമൊക്കെയാണല്ലോ, ഒരുപാട് ക്രോധങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ക്രോധം വന്നാൽ കാര്യകാരണ വിചാരശേഷി പോവും. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം വന്നാൽ കാര്യകാരണ വിചാരശേഷി പോവും. സമ്മോഹ സ്മൃതിഭ്രമ, ഓർമ്മ പോവും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം വരും. ബുദ്ധിനാശം വന്നാൽ സർവനാശം വരും. ക്രോധം വരും, പക്ഷെ തടയണം, അക്രോധമാക്കി മാറ്റണം. ജീവിതത്തിൽ ക്രോധം വരുന്നൊരു നിമിഷം വന്നാൽ അവിടുന്ന് ഒഴിഞ്ഞു പോവുക, അക്രോധമാക്കി മാറ്റുക. ക്രോധാത് ഭവതി സമ്മോഹ, കാര്യകാരണ വിചാരശേഷി പോവും. സമ്മോഹാത് സ്മൃതിഭ്രമ, ഓർമ്മ പോവും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം വരും. ബുദ്ധിനാശം വന്നാൽ സർവനാശം വരും. ഒരിക്കലും ക്രോധം വരും, പക്ഷെ വരാതെ നോക്കുക. അതുപോലെ ഒരാളുടെ മുഖത്ത് നോക്കി അറിയാം അയാൾ ആ സ്ഥാനത്തേക്ക് ഫിറ്റാണോ. ചിരിച്ചുകൊണ്ട് സമീപിക്കുക. പ്രസാദേ, മുഖപ്രസാദമുള്ള, ഉള്ളിൽ പ്രസാദം ഉണ്ടെങ്കിലേ മുഖപ്രസാദം വരത്തുള്ളൂ. മുഖപ്രസാദമുള്ളവർ ഒരിക്കലും ദുഃഖിതനായിരിക്കില്ല. പ്രസാദേ സർവ്വ ദുഃഖാനാം ഹാരിരസ്യോപജായതേ. മുഖപ്രസാദമുള്ളവനെ കണ്ടാൽ നമ്മൾ ഒരാളെ നമ്മൾ ഏറ്റവും മുഖപ്രസാദമായി കാണുന്ന അവസരം ഈ പെണ്ണ് കാണാൻ പോകുന്ന ചടങ്ങ്. അവിടെ ആരും എന്തായാലും എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ഷന് സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ നോക്കിയാൽ മതി. ഏതെങ്കിലും സ്ഥാനാർത്ഥി ചിരിക്കാത്ത പോസ്റ്റർ എല്ലാവരും എന്താ കാര്യം? ആ പ്രസാദം ഉണ്ടെങ്കിലേ അവന്റെ ഉള്ളിലുള്ള ശരിയായ ഭാവം പുറത്തു വരുന്നു. പ്രസാദേ സർവ്വദുഃഖാനാം ഹാരിരസ്യോപജായതേ. പ്രസന്ന ചേതസായി മാറുന്നു. ഭഗവത്ഗീതയ്ക്ക് ഒരു ഗായത്രി ശ്ലോകമുണ്ട്. നമ്മളെ ഉയർത്തിയില്ലെങ്കിൽ ലോകത്താർക്കും നമ്മളെ ഉയർത്താൻ കഴിയത്തില്ല. ഗീതയുടെ ഗായത്രിയാണ്. നമ്മളെ ഉയർത്തിയില്ലെങ്കിൽ ലോകത്താർക്കും നമ്മളെ ഉയർത്താൻ കഴിയത്തില്ല. നാം നമ്മുടെ ശത്രുവാകരുത്, നാം നമ്മുടെ മിത്രമാകണം. ഗീതയുടെ ശ്ലോകമാണ്. 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകം. ഉദ്ധരേതാത്മനാത്മാന ന ആത്മാനാം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ ഹി പുരാത്മന. നാം ഒരിക്കലും നമ്മുടെ ശത്രുവാകരുത്, നാം നമ്മുടെ മിത്രമായിരിക്കണം. ഈ വാക്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൂടെ, മക്കളെ നീ നിന്നെ ഉദ്ധരിക്കണം. നീ നിന്നെ ഉദ്ധരിച്ചാൽ നീ നന്നാവും. ലോകത്താർക്കും വേറൊരാളെ നന്നാക്കാൻ പറ്റത്തില്ല. അവനോൻ വിചാരിക്കാതെ നമ്മളെ നന്നാക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. നാം നമ്മുടെ ബന്ധുവായിരിക്കണം. നാം നമ്മെ ഉയർത്തണം. ആത്മാവ് കൊണ്ട് നമ്മെ ഉയർത്തണം. ഒരിക്കലും നമ്മുടെ ശത്രുവാകരുത്. ഈ ഭഗവത്ഗീതയിലെ ഈ ഒറ്റ ശ്ലോകം കേട്ടപ്പോൾ മാണ്ഡ്യ ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഒരു ഭഗവത്ഗീത പുസ്തകവുമായിട്ടാണ്. ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഈ ഉദ്ധരേത് ആത്മനാത്മാനെ എപ്പോൾ സ്ട്രൈക്ക് ചെയ്തോ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ നേടും. അങ്ങനെയാണ് 1942 ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാവുന്നത്. ഈ ഒറ്റ ശ്ലോകം കേട്ടതിൽ ഉദ്ധരേത് ആത്മനാത്മാന ന ആത്മാനാം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ ഹി പുരാത്മന. ഒരു ശ്ലോകം പഠിച്ചില്ലേ ഇത് മറക്കരുത്. നമ്മുടെ കുട്ടികളോട് പറയണം, മക്കളെ ഉദ്ധരേത്. ബാക്കി മുഴുവൻ ശ്ലോകം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. നീ നിന്നെ ഉദ്ധരിക്കണം. നീ ഡോക്ടറാകണം, നീ എഞ്ചിനീയർ ആകണം, നീ ലോകത്തെ ഏറ്റവും നല്ലവനാകണം. ഒന്നും വേണ്ട, നീ ഒരു നല്ല സൽസന്താനമാകണം എന്ന് പറഞ്ഞാൽ എല്ലാമായി. ഉദ്ധരേത് ആത്മനാത്മാന ന ആത്മാനാം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ ഹി പുരാത്മന. തീർച്ചയായും അതുപോലെ സോഷ്യലിസം ഞാനായ പറഞ്ഞ ഭഗവത്ഗീതയിൽ എന്തില്ല, ഇതുപോലെ സോഷ്യലിസം പകർന്നു നൽകുന്ന ഒരു ഗ്രന്ഥമുണ്ടോ?
വിദ്യയും വിനയം കൊണ്ട് പാകം വന്ന ബ്രാഹ്മണനെയും, വിദ്യയും വിനയവും കൊണ്ട് പാകം വന്ന ബ്രാഹ്മണനെയും, ഒരു പശുവിനെയും, ഒരാനയെയും, ഒരു പട്ടിയെയും, പട്ടിമാംസം തിന്നുന്നവരെയും ഒന്നുപോലെ അവന് ഈ ഇത്രയും പേരിലും ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളത് ഒരേ ചൈതന്യമാണ്. അവരെ ഒന്നുപോലെ കാണണം, ആരെയും വേർതിരിച്ച് കാണരുത്. മഹാഭാരതത്തിൽ കാട്ടിൽ നിന്ന് അമ്പ ചെയ്ത് മൃഗങ്ങളെ കൊണ്ടുവന്ന് കച്ചവടം നടത്തി നാട്ടിലുള്ള ആളുകളെ പോഷിപ്പിച്ച ഒരു വ്യാധനുണ്ട്. വ്യാധന്റെ ജോലി കാട്ടിലേക്ക് പോവുക, അമ്പ ചെയ്യുക, മൃഗങ്ങളെ വെടിവെക്കുക, കൊണ്ടുവരിക, എന്നിട്ട് നാട്ടുകാർക്ക് പോഷണം ഉണ്ടാക്കാൻ വേണ്ടി വെറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുക. വ്യാധഗീത. ആ വ്യാധന്റെ അടുത്താണ് നമ്മുടെ തിരുമേനിമാരും നമ്മുടെ പണ്ഡിതന്മാരും ആ കാലത്തെ മുഴുവൻ ആളുകളും ആത്മീയ ഉപദേശത്തിന് വരുന്നത്. അപ്പൊ എന്ത് ജോലി ചെയ്താലും, ഏത് ജോലി നമ്മൾ അനുഷ്ഠിച്ചാലും ആത്മീയത്തിന് അതൊന്നും തടസ്സമല്ല. ഇന്ന ജോലി ചെയ്തെങ്കിലേ നമ്മൾ ആത്മീയത്തിന് വക്താവുന്നില്ല. അത് വ്യാസഭഗവാൻ ഭംഗിയായിട്ടാണ് വ്യാധഗീതയിൽ ഇത്രയും ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. വ്യാധഗീത പഠിക്കണം. വ്യാധഗീത എന്ന് പറഞ്ഞാൽ ഏത് വ്യാധനും ഏത് ഇറച്ചിവിട്ടുകാരനും ആത്മീയ പുരോഗതി നേടാമെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഈ തത്വശാസ്ത്രം തീർച്ചയായും മഹാഭാരതം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭഗവത്ഗീത 700 ശ്ലോകം, അതും ഭഗവാന്റെ ഉപദേശം 575 ശ്ലോകം, ഒരു കരയോഗമോ ഒരു സമൂഹമോ സ്ത്രീ സമൂഹമോ സ്ത്രീകളുടെ കൂട്ടായ്മയോ എന്ത് കൂട്ടായ്മയും ഒരു നല്ല ഗുരുവിൽ നിന്ന് ഭഗവത്ഗീത സ്വായത്തമാക്കണം. ഭഗവത് സ്വായത്തമാക്കിയാൽ ജീവിതമാകെ മാറ്റിമറിക്കും. അതുപോലെ ഭഗവത്ഗീതയിലെ ഭക്തി പറയുന്നതാണ്, ആരോടും ഒരു സഹജീവി വിരോധം പാടില്ല. ഭഗവത്ഗീതയുടെ ഭക്തിയാണ്. ഇപ്പൊ അമ്പലത്തിൽ വരുന്ന ഒരാളോടും ഒരു വിരോധം പാടില്ല. അദ്വേഷ്ട സർവഭൂതാന. വേറെ ഏത് ഗ്രന്ഥം ഇത് പറയും? അദ്വേഷ്ട സർവഭൂത. ഒരാളോടും വിരോധം പാടില്ല. എല്ലാവരോടും മൈത്രിയും കരുണയും വേണം. മൈത്ര കരുണ ഏവച. എല്ലാവരോടും മൈത്രിയും കരുണയും വേണം. അഹങ്കാരം പാടില്ല. നിർമ്മമോ നിരഹങ്കാര. ആരോടും പ്രത്യേക മമത വേണ്ട, അഹങ്കാരവും വേണ്ട. സുഖവും ദുഃഖവും സമമായി കാണാം. അത് ഭാഗവതം വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണായ. ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണമാണ്. സഹജീവി വിരോധം പാടില്ല. അദ്വേഷ്ട സർവഭൂതാന. എല്ലാവരോടും മൈത്രിയും കരുണയും വേണം. മൈത്ര കരുണ ഏവച. ഭഗവത്ഗീതയിലെ ഭക്തിയോഗത്തിലെ ഒരു ശ്ലോകമാണ്. നിർമ്മമോ നിരഹങ്കാര. ഒരു മമതയും വേണ്ട, പ്രത്യേകിച്ച് എൻ്റെ ആളെന്നുള്ള മമത വേണ്ട, അഹങ്കാരവും വേണ്ട. നമുക്ക് സമദുഃഖ സുഖക്ഷമി. സുഖവും ദുഃഖവും സമമായി കാണാൻ കഴിയുന്നു. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് യഥാശക്തി എന്ത് കയ്യിലുണ്ടോ അത് ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്തത് കുറഞ്ഞു പോയതൊരു തോന്നൽ വേണ്ട. പത്രം ഒരു ഇലയായാലും പുഷ്പമായാലും പൂവായാലും അല്ലെങ്കിൽ കമ്മിറ്റി ആഗ്രഹിക്കുന്ന എന്തായാലും അത് കൊടുക്കുക. അതിനപ്പുറം ചെയ്യാൻ പത്രം ചെയ്യുന്നത് ഭക്തിയായി ചെയ്യുക. പത്രം പുഷ്പം ഫലം ദ്വയം യോമേ ഭക്തിയാ പ്രേക്ഷണം. ദേവിക്ക് സമർപ്പിക്കുന്നത് ഭക്തിപൂർവ്വം സമർപ്പിക്കുക, അവനവൻ്റെ യഥാശക്തി സമർപ്പിക്കുക. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമ്മോട് പറയുന്നത്. പിന്നെ ഈ ആശ്രമങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകം ചൊല്ലും. എന്ത് ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് സാക്ഷിയാക്കിയേ വേണം. ആ ചൈതന്യത്തിന്റെ പേര് ബ്രഹ്മം. തത്. ശബരിമല തത്വമസിലെ തത്താണ്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധി. എന്ത് ചെയ്യുന്നത് അമ്മയ്ക്ക് സമർപ്പിച്ച് ബ്രഹ്മത്തിന് സമർപ്പിച്ചേ ചെയ്യാവൂ. വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. ഈ ഒരു ശ്ലോകം മറക്കരുത്. എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് പഠിക്കുന്നവരും ഡോക്ടറാവുന്നവരും ഇവിടെ എന്ത് ഉത്സവം നടത്തുന്നവരും ഉത്സവം നടത്തിപ്പുകാരും ഉത്സവത്തിന്റെ ഭാഗഭാക്കാവുന്നവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബാധകമായൊരു സിദ്ധാന്തമാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനഃ. ഇതെല്ലാ ആശ്രമങ്ങളിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഭക്ഷണവും ബ്രഹ്മം, കഴിക്കുന്ന ആളും ബ്രഹ്മം, ആ കഴിക്കുന്ന ചോറും ബ്രഹ്മം, അത് ഉള്ളിൽ ചെന്ന് ദഹിച്ചാൽ അതും ബ്രഹ്മം. സർവം ഇവിടെ ബ്രഹ്മമല്ലാതെ ഈശ്വരനല്ലാതെ ഒന്നുമില്ലെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനഃ. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 24-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ്. അതുപോലെ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. പണ്ട് KP കൊട്ടാരക്കരയുടെ ഒരു സിനിമയുണ്ടായിരുന്നു. എന്താ? സംഭവാമി യുഗേ യുഗേ. കേട്ടിട്ടുണ്ടാവും, പഴയ ആളുകൾക്കൊക്കെ അറിയാം. യുഗം തോറും ഭഗവാൻ അവതരിക്കും. സംഭവാമി യുഗേ യുഗേ എല്ലാവർക്കും കേട്ട് ഹൃദയസ്ഥമായൊരു വാക്കാണ്. സംഭവാമി യുഗേ യുഗേ. യുഗം തോറും ഞാൻ അവതരിക്കും. എപ്പോഴാ? ധർമ്മത്തിന് ക്ഷീണമുണ്ടാകുമ്പോൾ, ആ ധർമ്മം വർദ്ധിക്കുമ്പോൾ. ഭഗവാൻ അവതരിക്കുന്നത് എപ്പോഴാണ്? ധർമ്മത്തിന് ക്ഷീണമുണ്ടാകുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ. 2, സാധുക്കളെ സംരക്ഷിക്കാൻ ദുഷ്ടന്മാരുടെ പെരുമാറ്റം വല്ലാതെ വൈകൃതമാവുന്നു.
2 ശ്ലോകം അവതാരം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴാണോ ഭഗവാൻ അവതരിക്കും, യുഗം തോറും ഭഗവാൻ അവതരിക്കും. ധർമ്മത്തിന് അധപ്പതനവും അധർമ്മം വല്ലാതെ വർദ്ധിക്കുമ്പോഴും. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത. പരിത്രാണായ സാധൂനാം, സാധുക്കളെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളെ രക്ഷിക്കാനും ദുഷ്കൃതങ്ങൾ ഇല്ലാതാക്കാനുമാണ് ഭഗവാന്റെ അവതാരം എന്നുള്ളത് നാം അറിയണം. ക്ഷേത്രത്തിൽ വരുന്നത് 4 തരം ആളുകളാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. 4 തരത്തിലുള്ള ആളുകളാണ് ക്ഷേത്രത്തിൽ വരുന്നത്. ഒന്ന്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ, ആർത്തൻ. എൻ്റെ കഷ്ടപ്പാട് മാറ്റിത്തരണേ പൊന്നമ്മേ, ഒരു തരം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ, എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായാൽ കൊള്ളാം, ജിജ്ഞാസു. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായാൽ കൊള്ളാമേ എൻ്റെ അമ്മേ. 3, എൻ്റെ സാമ്പത്തിക ക്ലേശം മാറ്റിത്തരണേ, അർത്ഥാർത്ഥി. 4, ജ്ഞാനി. എനിക്കിനി വേറൊന്നും വേണ്ട, നല്ല ജ്ഞാനം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നവൻ. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതർഷഭ. ഇത് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. 4 തരം ആളുകൾ. ഈ 4 പേരെയും ദൈവം ഒന്നുപോലെ കാണുന്നു. എൻ്റെ സാമ്പത്തിക ഞാൻ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നു പൊന്നമ്മേ, അത് മാറ്റിത്തരണേ. ഞാൻ ആർത്തനാണ്. ഞാൻ കാര്യങ്ങൾ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഗീത പഠിക്കണം, ദേവി ഭാഗവതം പഠിക്കണം, ദേവി മഹാത്മ്യം പഠിക്കണം, ഭാഗവതം എങ്കിലും വായിക്കാൻ പഠിക്കണം, എല്ലാം എനിക്കറിയണം. ജിജ്ഞാസു. അർത്ഥാർത്ഥി, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് മാറ്റിത്തരണേ പൊന്നമ്മേ. പിന്നെ ജ്ഞാനി. എനിക്ക് ഈ ഘട്ടമെല്ലാം എൻ്റെ കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ജ്ഞാനമാണ്, അത് അമ്മ പ്രദാനം ചെയ്യണേ. ഈ 4 ഘട്ടത്തിലെ ഈ 3 ഘട്ടത്തിലൂടെ കടന്നുപോയി ജ്ഞാനിയായി മാറുവാൻ നമ്മളെല്ലാവരും ഈ പരമചൈതന്യം സർവ്വ മംഗളമംഗല്യായ അമ്മ അനുഗ്രഹിക്കട്ടെ എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഭഗവത്ഗീത ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സമയക്കുറവുണ്ടായുണ്ട്, ഞാൻ ഒരുപാട് കടന്നു പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ കുടുംബമായി ജീവിക്കുന്നവരാണ്. ഒരാൾ നമ്മളോട് നിശ്ചയം പറഞ്ഞില്ല, അല്ലെങ്കിൽ കല്യാണം പറഞ്ഞില്ല, പാലുകാറ്റ് പറഞ്ഞില്ല. സപ്പോസ് ഒരാൾ നമ്മളോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞില്ല, ആ ആളോട് എന്ത് വേണം? പരമാവധി സ്നേഹം പുലർത്തണം. പറഞ്ഞിട്ട് വളരെ സന്തോഷം. ആത്മാവുപമ്യേന നമ്മളും അയാൾ ഒന്നാണ്. ഗീതയുടെ സിദ്ധാന്തമാണ്. ആത്മാവ് കൊണ്ട് നമ്മളും അയാൾ ഒന്നാണ്. ഒരു കാര്യം വെച്ചും ഒരു കുടുംബത്തിൽ ഒരു വഴക്കുണ്ടാവരുത്. ഒരാൾ നമ്മളോട് എന്തെങ്കിലും താൽക്കാലികമായി അദ്ദേഹത്തിന് അസൗകര്യം കൊണ്ടോ മറ്റോ എന്തെങ്കിലും വിരോധം കാണിച്ചാലും നമ്മൾ തിരിച്ചങ്ങോട്ട് കാണിക്കരുത്. ആത്മാവ് കൊണ്ട് നമ്മൾ സർവത്ര സമമാണ്. എത്ര അടുത്ത ബിന്ദുവായാലും ആത്മൗപമ്യേന സർവത്ര സമം. ഈ സിദ്ധാന്തം പഠിച്ചാൽ പോലെ ഇത് പ്രാവർത്തികമാക്കണം. ആത്മൗപമ്യേന സർവത്ര സമം ഗീതയുടെ ഒരു സിദ്ധാന്തമാണ്. ഒരാൾ 100 ഗുണം നമുക്ക് ചെയ്തു, ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടും ദോഷം ചെയ്താൽ ആ ദോഷം പിടിച്ചുകൊണ്ട് നമ്മളിരിക്കും. ആ ദോഷം പിടിച്ചുകൊണ്ടിരിക്കാതെ അയാളും ഞാനും തുല്യമാണ്, അയാളോട് കൂടുതൽ ഭംഗിയായി കൂടുതൽ മനസ്സോടെ സംതൃപ്തമായ മനസ്സോടെ ഇടപെടാനുള്ള ഒരു ശേഷി നമ്മൾ ആർജിച്ചാൽ നമ്മൾ ഗീത ഉൾക്കൊണ്ട്. ഇല്ലെങ്കിൽ ഗീത പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ദുഃഖവും അകത്തോട്ട് കയറ്റരുത്. ദുഃഖം അകത്തോട്ട് കയറ്റിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു ദുഃഖവും അകത്തോട്ട്. ദുഃഖ സംയോഗ വിയോഗം ഗീതയുടെ ഒരു പ്രമാണമാണ്. നമ്മുടെ ഹൃദയത്തിന് ദുർബലത ഉണ്ടാക്കുന്ന ഒന്നും അകത്തോട്ട് കയറ്റിവിടുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഗീതയുടെ ഒരു സിദ്ധാന്തമാണ്. ഹൃദയ ദൗർബല്യം ഉണ്ടാക്കുന്ന ഇത്രയൊക്കെ കേട്ടാൽ ഇത് പഠിക്കണമെന്ന് തോന്നുന്നെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം. ക്ലൈബ്യം എന്നൊരു വാക്ക് ഭഗവത്ഗീതയുണ്ട്. ആണും പെണ്ണും കേട്ട അവസ്ഥ. ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുമല്ലോ, അപ്പുറവും ഇപ്പുറവും ഒന്നും പറയരുത്. ആണും പെണ്ണും കേട്ട അവസ്ഥയെ വർത്താനം പറയരുത്. ഒന്നുകിൽ വ്യക്തമായൊരു അഭിപ്രായം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഒരാളൊരു വാക്ക് പറയുന്നത് അയാളുടെ ആത്മഗതം അംഗീകരിച്ച് അയാളുടെ ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാളോട് നമ്മൾ സംസാരിക്കാവൂ. ആണും പെണ്ണും കേട്ട അവസ്ഥയിൽ ആരോടും സംസാരിക്കരുത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ബുദ്ധി വ്യവസായാത്മികമായിരിക്കണം. ഭഗവത്ഗീത അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഭഗവത്ഗീത പറയുന്നത്, ഇവിടെ നമ്മൾ വന്ന് തൊഴുന്ന ഏത് ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുന്ന ആ ദേവനും ദേവിയും നിന്റെ ഉള്ളിലുമുണ്ട്, അത് സാക്ഷാത്കരിക്കണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിലും ഈശ്വരനെ സാക്ഷാത്കരിക്കാനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. പച്ചയ്ക്കാണ് പറയുന്നത്. ഇവിടെ വന്ന് ഈ അമ്മയെ വന്ന് ദിവാലാന തൊഴുന്നത്, ഇവിടെ വന്ന് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാനാണെന്നുള്ള അവബോധം നമ്മുടെ ഉള്ളിൽ, ഈ പുറമേ കാണുന്ന നമ്മളല്ല, എൻ്റെ ഉള്ളിലെ പുറത്തേയുള്ള ഞാനല്ല, എൻ്റെ ഉള്ളിലൊരു താനുണ്ട്, എൻ്റെ ഉള്ളിലൊരു ബ്രഹ്മചൈതന്യമുണ്ട്. ആ ബ്രഹ്മചൈതന്യത്തെ സാക്ഷാത്കരിക്കാനാണ് ഏത് ക്ഷേത്രത്തിലും നാം പോകുന്നതെന്നുള്ള അവബോധവും തീർച്ചയായും നമുക്ക് ഏവർക്കും ഉണ്ടാകണം. ഭഗവാൻ നമ്മളെ എങ്ങനെ നിലനിർത്തിയിരിക്കുന്നു? ഒരു ചരടിൽ മണികളെന്ന പോലെ നമ്മളെല്ലാവരെയും ഭഗവാന്റെ ചരടിലെ ഓരോ മണികളാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ നമുക്ക് എങ്ങനെ പരസ്പരം തന്നെ കലഹിക്കാൻ, പരസ്പരം എങ്ങനെ തർക്കിക്കാൻ, പരസ്പരം എങ്ങനെ വഴക്കൂടാൻ കഴിയും? ഭഗവാന്റെ ചരടിലെ മണികളാണ്. പലതരം ധനഞ്ജയ
മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായിവ. ഒരു ചരടിൽ, ഭഗവാന്റെ ചരടിലെ ഓരോ മണികളാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ആരോട് വിരോധം, ആരോട് വിരോധിക്കാൻ കഴിയും? അത് പ്രത്യേകം പറയും. ഒരു ഭഗവാന്റെ ചരടിലെ ഭഗവാൻ ഒരു ചരട് വെച്ചിട്ടുണ്ട്. ആ ചരടിലെ മണികളാണ് നാം എല്ലാവരും എന്നുള്ള അവബോധവും നമുക്ക് തീർച്ചയായും ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാന്റെ നൂലിലെ മുത്തുകൾ എന്ന പോലെ ഒരു മാലയിലെ മണികളാണെന്ന ഭഗവാന്റെ നൂലിലെ മണികളാണ് നമ്മൾ ഓരോരുത്തരും അവബോധവും തീർച്ചയായും നമ്മൾ ഏവരിലേക്കും ഉണ്ടാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു കാര്യം, ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് മഹത് വ്യക്തികളെ കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് കഴിയത്തില്ല. ഒന്ന്, തൃശ്ശൂരില് തുക്കൂർ എന്നൊരു സ്ഥലം, തുക്കൂർ എന്നും തൃക്കൂർ എന്നും പറയും. അവരൊരു ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ വഴിപാട് കയറ് സമർപ്പിക്കുകയാണ്, കയറ് പിരി കൊണ്ട് സമർപ്പിക്കുക. ആ കയറ് കെട്ടിയാണ് ആ അമ്പലത്തിൽ വെള്ളം കോരുന്നത്. അവിടെ നിന്ന് ഒരു ശങ്കരൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മയോട് മാത്രം പറഞ്ഞിട്ട് നേരെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലേക്ക് പോയി. അദ്ദേഹം ആദ്യം അവിടെ അരിവെപ്പുകാരനായിരുന്നു കുറച്ചാൾ. അവിടെ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അരിവെപ്പുകാരനായിരുന്നപ്പോഴും ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുമായിരുന്നു. അവസാനം അദ്ദേഹം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ലോക അധ്യക്ഷനായി മാറി. അദ്ദേഹത്തിന്റെ പേര് രംഗനാഥ ആനന്ദ സ്വാമികൾ എന്നാണ്. രംഗനാഥ ആനന്ദ സ്വാമികളുടെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് ഭഗവത്ഗീതയുടെ വിശ്വജനീന സന്ദേശം. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ കിട്ടും. 3 വോളിയമാണ്, അല്പം വിശാലമാണ്. അദ്ദേഹം സയൻസും ഗീതയും കൂടെ ക്ലബ് ചെയ്തേക്കുന്ന ഏറ്റവും മനോഹരമായ ഗീതാഭാഷ്യമാണ് രംഗനാഥാനന്ദ സ്വാമികളുടെ ഗീതാഭാഷ്യം. വെറും +2 വരെ പഠിച്ച തൃശ്ശൂർക്കാരനായ ശങ്കരൻ രംഗനാഥാനന്ദ സ്വാമിയായി മാറിയെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ, LK അദ്വാനി, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഇന്ദിരാഗാന്ധിയുടെ ആത്മീയ ഗുരുവായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പടം കാണുമ്പോൾ ഒരു കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയുണ്ടല്ലോ, അത് ഈ രംഗനാഥാനന്ദ സ്വാമി കൊടുത്ത. അദ്ദേഹത്തെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡറായി ലോകത്ത് മുഴുവൻ കിട്ടും. റഷ്യയിൽ കമ്മ്യൂണിസത്തിന്റെ ആ പ്രധാന കാലത്ത് റഷ്യയിൽ പോയി പ്രസംഗിച്ച് കൈയടി വാങ്ങിച്ചു വന്ന ആളാണ് രംഗനാഥാനന്ദ സ്വാമി. രംഗനാഥാനന്ദ സ്വാമിയെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഭഗവത്ഗീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ, കേരളത്തിൽ നിന്നുകൊണ്ട് ഓർക്കുമ്പോൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറി. അദ്ദേഹം കറാച്ചിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ഉണ്ടായപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ ബസുമതി അരി 2 രൂപ 3 രൂപയ്ക്ക് കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം ചാക്ക് കണക്കിന് അരി ഇന്ത്യയിലേക്ക് കപ്പലിൽ കയറ്റി അയച്ചിട്ടാണ് അദ്ദേഹം അടുത്ത ട്രാൻസ്ഫർ പ്ലേസിലേക്ക് പോയത്. അത്ര ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നതും ധർമ്മമായി ധർമ്മ്യമായി ലോകത്തിന് എന്ത് ഗുണം വരുമെന്ന രീതിയിൽ അനുഷ്ഠിച്ച സാക്ഷാൽ രംഗനാഥാനന്ദ സ്വാമിയെ പൂർണ്ണമായും നമ്മൾ മനസ്സുകൊണ്ട് സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരവോടെ അഞ്ജലികൾ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയ കാര്യമാണ്. കൂടാതെ മറ്റൊരാൾ, നാഷണൽ ഹെറാൾഡ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിലെ ഒരു നല്ല മാധ്യമ പ്രവർത്തനായിരുന്നു ഒരു ബാലകൃഷ്ണ മേനോൻ. അദ്ദേഹം എറണാകുളം സ്വദേശിയായിരുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിലെ ഒരു നല്ല ഒന്നാന്തരം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ബാലകൃഷ്ണ മേനോൻ. ഒന്നാന്തരം നിരീശ്വരവാദി. 1% പോലും ഈശ്വരവിശ്വാസി അല്ലാതിരുന്ന ഒരാളിന്റെ പേരാണ് ബാലകൃഷ്ണ മേനോൻ. അങ്ങനെ നാഷണൽ ഹെറാൾഡിലെ മാധ്യമ പ്രവർത്തനമൊക്കെ ഇങ്ങനെ തുറന്നു വരുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഹിമാലയത്തിലെ സന്യാസിമാരുടെ കള്ളം കണ്ടുപിടിക്കാൻ ഹിമാലയത്തിലെത്തി. നാഷണൽ ഹെറാൾഡിലെ 1% പോലും ഈശ്വരവിശ്വാസി ഇല്ലാതിരുന്ന ഈ ബാലകൃഷ്ണ മേനോൻ ഹിമാലയത്തിലെ കള്ള സന്യാസിമാരെ കുറിച്ച് പഠിക്കാനായി ഹിമാലയത്തിലെത്തി. അവിടെ അദ്ദേഹം ചെന്ന് എത്തിപ്പെട്ടത് ഒരു ശിവാനന്ദ സ്വാമിയുടെ കയ്യിലാണ്. പാലക്കാടുകാരനായ ഒരു ശിവാനന്ദ സ്വാമിയുടെ കയ്യിലാണ്. ശിവാനന്ദ സ്വാമി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. ഈ ബാലകൃഷ്ണ മേനോന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, വേറെ ഒന്നും അറിഞ്ഞുകൂടാ, ആത്മീയ ഒന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം നേരെ ഒരു കത്തും കൊടുത്ത് തപോവൻ സ്വാമികളുടെ അടുത്തേക്ക് വിട്ടു. തപോവൻ സ്വാമി എന്ന കണ്ടാൽ തന്നെ എന്റെയൊക്കെ കണക്കൊക്കെ വലിയ വണ്ണവും ഒക്കെ ഉള്ള ഒരു ഹിമാലയത്തിൽ ഡെറാഡൂണിൽ ആശ്രമം കെട്ടി സ്ഥാപിക്കുന്ന ഒരു വലിയ സ്വാമിയാണ്. പാലക്കാടുകാരനായിട്ട് അദ്ദേഹവും തപോവൻ സ്വാമിയുടെ അടുത്തേക്ക് വിട്ടു. തപോവൻ സ്വാമി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തപോവൻ സ്വാമിയുടെ ഒറ്റ ചോദ്യത്തിൽ, നിനക്ക് എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ചോദ്യത്തിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലാണ് ഈ ബാലകൃഷ്ണമേനോൻ ചെന്ന് പതിച്ചത്. അങ്ങനെ ബാലകൃഷ്ണമേനോൻ തപോവൻ സ്വാമിയിൽ നിന്ന് ശിവാനന്ദ സ്വാമിയിലൂടെ തപോവൻ സ്വാമിയിൽ നിന്ന് വേദം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, മഹാഭാരതം പഠിച്ചു, ഭാഗവതം പഠിച്ചു, പഠിക്കേണ്ടതൊക്കെ പഠിച്ചു, ഗീതയും പഠിച്ചു. ഗീത നന്നായി പഠിച്ചു. മാത്രമല്ല അവര് ബാലകൃഷ്ണമേനോന്റെ ഈ പൂർവാശ്രമത്തിലെ പേരങ്ങ് മാറ്റിയിട്ട് ചിന്മയാനന്ദൻ എന്നാക്കി. ആ ബാലകൃഷ്ണമേനോനാണ് ഈ ചിന്മയാനന്ദ സ്വാമി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ 100% നിരീശ്വരവാദിയായ ഈ ബാലകൃഷ്ണമേനോൻ 100% നാസ്തികനായ ഈ മനുഷ്യൻ ആസ്തികനായി മാറി. മാത്രമല്ല ലോകം മുഴുവൻ ഭഗവത്ഗീത പ്രചരിപ്പിച്ചു.
ഇത്രയും നന്നായി ഇംഗ്ലീഷിൽ ഭഗവത്ഗീത പ്രചരിപ്പിച്ച മറ്റൊരു കേരളീയൻ ഇല്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രസ്ഥാനങ്ങളാണ്. നിങ്ങൾ അദ്ദേഹം ജനിച്ചു വീണ വീട് നമ്മുടെ വേണാട് എക്സ്പ്രസ്സിലോ ഡേ എക്സ്പ്രസ്സിലോ പോയാൽ കോട്ടയം കഴിഞ്ഞാൽ വെള്ളൂർ ന്യൂസ് പ്രിന്റിൽ ഒരു പിറവൻ റോഡ് എന്നൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഒരു 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ അവർ ഈ ചിന്മയാനന്ദ സ്വാമി ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ച ഒരു വീട്ടിൽ കൊണ്ടാക്കും. ആ ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ച ആ മേൽപ്പാടൂർ മഠം എന്തു വില കൊടുത്തും വാങ്ങണമെന്ന് പറഞ്ഞ ഈ ചിന്മയാനന്ദ സ്വാമി ആ മുറിയിലൊക്കെ പോയിരുന്ന് 2 മണിക്കൂർ ധ്യാനിച്ചാൽ വല്ലാത്തൊരു മാറ്റം നമ്മളിലൊക്കെ ഉണ്ടാവും. വളരെ അടുത്താണ്. വേണാട് എക്സ്പ്രസ്സിലും ഡേ എക്സ്പ്രസ്സിലും നമ്മളൊക്കെ പല യാത്രകളും ഇപ്പോൾ ചെയ്യുന്നവരാണ്. പോയി മേൽപ്പാടൂർ മഠത്തിൽ നിന്ന് ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ച മുറി, അമ്മ പ്രസവിച്ച മുറിയിൽ അത് വലിയൊരു ധ്യാനമുറിയായി ഈ ചിന്മയാനന്ദ സ്വാമി മാറ്റി. ചിന്മയാനന്ദ സ്വാമി 100% നിരീശ്വരവാദിയായ മനുഷ്യൻ, 100% ദൈവികമുള്ളവനായി മാറി ലോകം മുഴുവൻ ഗീത പ്രചരിപ്പിച്ചു. ആ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതിനപ്പുറം ഗീതയ്ക്ക് ഒരു നിർവചനം പറയാൻ ആർക്കും കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ നിർവചനമാണ് നിർവചനം. ചിന്മയാനന്ദ സ്വാമി ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഭഗവത്ഗീതയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇംഗ്ലീഷാണ്. അതിന്റെ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയാം. എന്താണ് കാലാതീതനായ ഭഗവത്ഗീതയ്ക്ക് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ നിർവചനമാണ് കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശം. ചിന്മയാനന്ദ സ്വാമിയുടെ ഇംഗ്ലീഷിന്റെ മലയാളം കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശം. മനുഷ്യ, നീ നശ്വരനല്ല, നീ അനശ്വരനാണ്. മനുഷ്യ, നിന്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. നീ നശ്വരനല്ല, നീ അനശ്വരനാണ്. കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശം ചിന്മയാനന്ദ സ്വാമിയുടെ ഭഗവത്ഗീതയ്ക്കുള്ള ഡെഫിനിഷനാണ്. ശ്രീകൃഷ്ണനുള്ള ഡെഫിനിഷനാണ്. The timeless appeared in time to give the timeless message of the timelessness in man. ചിന്മയാനന്ദ സ്വാമിയെ കൊണ്ട് ഇത് പറയാൻ കഴിയും. അത്ര നിലവാരമുള്ള ഇംഗ്ലീഷായിരുന്നു ചിന്മയാനന്ദ സ്വാമികളുടെ. The timeless appeared in time to give the timeless message. അതിന്റെ മലയാളം കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശമാണ് ഭഗവത്ഗീത. മനുഷ്യ, നീ നശിക്കുന്നവനല്ല. നിന്റെ ഉള്ളിലെ ആത്മചൈതന്യം ഒരിക്കലും നശിക്കത്തില്ല. മരിച്ചു പോകുന്ന ശരീരമാണ്. ഇതിനുള്ളിൽ ചൈതന്യമുണ്ട്. കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശം. നീ മനുഷ്യ, നീ നശ്വരനല്ല, നീ അനശ്വരനാണ്. 1-2 കാര്യങ്ങളോട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ഈ ഭഗവത്ഗീത പഠനം എന്ത് വേണം? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, ചിന്മയാനന്ദ സ്വാമിയുടെ ഭാഷയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആരുണ്ട്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ അർജുനുമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് ഇതാണ്. ഈ ഗീത ഞാൻ ഡെഡിക്കേറ്റഡ് ടു ദ ലേറ്റന്റ് യോഗേശ്വര കൃഷ്ണ. ആദ്യമൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പോലും പാടും. ഡെഡിക്കേറ്റഡ് ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള യോഗേശ്വര കൃഷ്ണനും ധനുർധര അർജുനുമായി നിങ്ങൾ സമർപ്പിക്കണം. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതാണ്. അപ്പൊ ചിന്മയാനന്ദ സ്വാമിയുടെ ഡെഫിനിഷൻ 100% നാസ്തികൻ, 100% നിരീശ്വരവാദി, ഹിമാലയത്തിലെ കള്ളസന്യാസിമാരെ കുറിച്ച് എഴുതാൻ പോയ ആള് എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നപ്പോൾ എന്ത് മാറി? The timeless appeared in time to give the timeless message of the timelessness in man to a broken and confused Arjuna. വളരെ ധർമ്മസമൂഢനായ അർജുനെ നിമിത്തീകരണമാക്കി കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശമാണ് ഭഗവത്ഗീത. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള യോഗേശ്വര കൃഷ്ണനും ധനുർധര അർജുനനുമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതിനപ്പുറം ഗീതയെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ നമ്മൾ എത്ര പറഞ്ഞാലും അത് അധികപ്പറ്റയാവും. ഇതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തെ ഗുരുക്ഷേത്രമാക്കി മാറ്റി അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ ഉപദേശിച്ച ആ ഗീത കേൾക്കാൻ ഭാഗ്യമുണ്ടായത്, ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്നത് 2 പേർക്കാണ്. ഒന്ന് വ്യാസഭഗവാൻ അത് കേട്ടു. 1 മണിക്കൂർ കൊണ്ടുള്ള ഉപദേശം കേട്ടിട്ട് 36 വർഷം കഴിഞ്ഞപ്പോൾ 37, 38, 39 വർഷങ്ങളിൽ മഹാഗണപതിയെ കൊണ്ട് വിരചിച്ചു. ഒപ്പം ഇത് കേട്ട മറ്റൊരാളുണ്ട്, സഞ്ജയൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവത്ഗീതയിലെ ഏകശ്ലോകി ഗീത എന്നൊരു ഗീതയുണ്ട്. എല്ലാം കേട്ടിട്ട് ഭഗവത്ഗീത മൊത്തം കേട്ടിട്ട് എനിക്ക് എന്തു മനസ്സിലായി എന്ന് സഞ്ജയൻ പറഞ്ഞു. എത്ര യോഗേശ്വര കൃഷ്ണു എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. എവിടെ യോഗീശ്വരനായ കൃഷ്ണൻ, യോഗികൾക്കും ഈശ്വരനായ കൃഷ്ണനുണ്ടോ,
എവിടെ ധനുർധരനായ അർജുനനോട് എന്ന് പറഞ്ഞാൽ എവിടെ ആ നാമം ജപിച്ചുകൊണ്ട് മാത്രം നന്നാവത്തില്ല, കർമ്മവും ചെയ്യണം. എവിടെ യോഗീശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധരനായ അർജുനനുണ്ടോ, ഇത് രണ്ടും കൊണ്ട് സമന്വയം എവിടെയുണ്ടോ, എത്ര യോഗേശ്വര കൃഷ്ണു എത്ര പാർത്ഥു ധനുർധര, അവിടെ എന്തൊക്കെയുണ്ട്? 4 കാര്യങ്ങൾ. ശ്രീ ഐശ്വര്യം, വിജയം അറിയാതെ വിജയം തന്നെ, അനുഭൂതി, അഭിവൃദ്ധി, പിന്നെ ഉറച്ച നിലപാട്. അപ്പൊ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉറച്ച ശ്രീ ഉണ്ടാകാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, ഉറച്ച നിലപാടുകൾ ഉണ്ടാകാൻ എന്ത് വേണമെന്ന് സഞ്ജയൻ പറയുകയാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയവും ധ്രുവാനീതിർ മധുർമമ. ഈ ശ്ലോകം ഒരിക്കലും മറക്കരുത്. ഇത് കേട്ട ശേഷം സഞ്ജയൻ പറഞ്ഞതാണ് ഈ കാര്യം. എവിടെ ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ചിന്മയാൻ സ്വാമിന് കിട്ടിയതാണ്. ചിന്മയാൻ സ്വാമിക്ക് സഞ്ജയനിന്ന് കിട്ടിയതാണ്. The timeless appeared in time to give the timeless message of the timelessness in man to a broken and confused Arjuna. കാലാതീതനായ ഭഗവാന്റെ കാലാതീതമായ സന്ദേശം അർജുനെ നിമിത്തീകൃതമാക്കി. ഇത് നമ്മുടെ ഉള്ളിലുള്ള യോഗേശ്വര കൃഷ്ണനും ധനുർധര അർജുനുമായി, നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തിനും കഠിനാധ്വാനത്തിന്റെ പ്രതീകമായ അർജുനുമായി സമർപ്പിച്ചാൽ ജീവിതത്തിൽ ശ്രീ ഉണ്ടാകും. എത്ര യോഗേശ്വര കൃഷ്ണു എത്ര പാർത്ഥവും ധനുർധര. എവിടെ കഠിനാധ്വാനവും ഈശ്വര വിശ്വാസത്തോടെ സംയോജിക്കുമോ, എവിടെ യോഗേശ്വര ഭാവവും കഠിനാധ്വാനവും കൂടെ സംയോജിക്കുമോ, അവിടെ ശ്രീ ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, പിന്നെ ഉറച്ച നിലപാടുകൾ ഉണ്ടാകും. എത്ര യോഗേശ്വര, ഇതാണ് ഭഗവത്ഗീത അവസാന ശ്ലോകം. എത്ര യോഗേശ്വര കൃഷ്ണു എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മധുർമമ. ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ഇതിനപ്പുറം ഒന്നും നമുക്ക് ഗീതയെക്കുറിച്ച് ശ്രേഷ്ഠന്മാർ പറഞ്ഞതിനപ്പുറം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഭഗവത്ഗീതയിലെ ആർക്കെങ്കിലും ഭഗവത്ഗീതയിലെ 4 ശ്ലോകം എൻ്റെ നാമജപത്തിൻ്റെ നിത്യഭാഗമാക്കി എനിക്ക് നാമം ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, 1 4-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവു ബ്രഹ്മാഖ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. 4-ാം അധ്യായം 24-ാം ശ്ലോകം. അതല്ല, കുറച്ചുകൂടെ ഒരു ശ്ലോകം കൂടെ ചൊല്ലണമെങ്കിൽ വ്യക്തമായി പറയുന്നു, അന്യ ചിന്തകളില്ലാതെ ഈശ്വരനെ ഉപാസിച്ചാൽ, നിത്യവും ഉപാസിച്ചാൽ നീ ഇതുവരെ നേടിയതും ഇനി നേടാനുള്ളതും ഞാൻ തന്നിരിക്കും. ഇതാണ് ഗീതയുടെ മാഗനക്കാത്ത, ഇതാണ് ഗീതയുടെ സിദ്ധാന്തം. അനന്യ ചിന്തയന്തോമ ഏ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമ്യഹം. ഒരു ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകമേ ചൊല്ലാൻ എനിക്ക് നാമം ചെല്ലുമ്പോൾ സമയമുള്ളെങ്കിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഖ്നു ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി എന്ന് ജപിക്കുക, ഭഗവാൻ സമർപ്പിക്കുക. അതല്ല, ഒരു ശ്ലോകം കൂടെ ചെല്ലാൻ ഈ സമയമുണ്ടെങ്കിൽ അന്യ ചിന്തകളില്ലാതെ അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരുന്നത്. അനന്യ ചിന്തയന്തോമ ഏജന പര്യുപാസതി തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമിക. നീ യോഗം നീ നേടാനുള്ളത്, ക്ഷേമം ഇതുവരെ നേടിയത്, നീ ഇതേവരെ നേടിയതും ഇനി നേടാനുള്ളതും ഞാൻ തരും. നീ എന്നെ ഉപാസിച്ചാൽ മാത്രം മതി. ഇതിന് എന്ത് മതി? അടുത്ത ശ്ലോകം ഭഗവാൻ പറയുക, നീ എന്ത് ചെയ്താൽ മതിയത്? ഒരുപാട് കാശൊന്നും മുടക്കണ്ട, ഒരു യജ്ഞവും നടത്തണ്ട, ഒരു യാഗവും നടത്തണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. മന്മനാഭവ മത്ഭക്ത മദ്യാജീമാ നമസ്കുരു. മനസ്സുകൊണ്ട് മന്മനാഭവ, മത്ഭക്ത ഭക്തി കൊണ്ട്, യജനം കൊണ്ട്, നമസ്കാരം കൊണ്ട്. ഈ 4 കാര്യം ചെയ്താൽ ഭഗവാനെ ഉപാസിക്കാൻ 4 കാര്യം. മനസ്സുകൊണ്ട്, ഭക്തി കൊണ്ട്, യജനം കൊണ്ട്, നമസ്കാരം കൊണ്ട്. മന്മനാഭവ മത്ഭക്ത മദ്യാജീമാ നമസ്കുരു. വേറെ ഒന്നും ചെയ്യണ്ട, യഥാശക്തി സമർപ്പിക്കുക. മന്മനാഭവ മനസ്സുകൊണ്ട്, മന്മനാഭവ മത്ഭക്ത ഭക്തി കൊണ്ട്, മദ്യാജി യജനം കൊണ്ട്, നമസ്കാരം കൊണ്ട് ഭഗവാനെ ഉപാസിക്കുക. നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നിരിക്കും. ഏറ്റവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ നന്നായി എന്നെ ഉപാസിക്കുന്ന ഒരുത്തൻ എല്ലാം എന്നിൽ സമർപ്പിക്കുക. സർവധർമാൻ ഭഗവാൻ എനിക്ക് കഴിയണമേ. അവസാന ശ്വാസമൊക്കെ പോകാറാവുമ്പോഴേക്ക് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം അത് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാഹ. നീ ദുഃഖിക്കണ്ട, നിന്നെ ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തരാം. സർവധർമാൻ പരിത്യജ്യ. ഗീതയുടെ ചരമ ശ്ലോകം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഗീതയുടെ ചരമ ശ്ലോകം സർവധർമാൻ പരിത്യജ്യ
മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാഹ. ഈ തലത്തിലൂടെയൊക്കെ കടന്നു പോകുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ അർജുനനെ നിമിത്തീകരണമാക്കി ഭഗവത്ഗീത 1 മണിക്കൂർ കൊണ്ട് ഉപദേശിച്ചു. അത് 36 വർഷമെടുത്ത് വ്യാസഭഗവാൻ ഗ്രന്ഥമാക്കി. എന്നിട്ട് അതിനകത്ത് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശമൊക്കെ പറഞ്ഞ ശേഷം അർജുനോട് പറഞ്ഞെന്ന് പറയും, നീ ഇത് വിശ്വസിക്കണ്ട, നീ ഇതിലെ ഓരോ വാക്കും വിമർശ ചെയ്ത് അശേഷേണ വിമർശനപൂർവ്വം നീ അനലൈസ് ചെയ്ത് മാത്രം വിശ്വസിച്ചാൽ മതി. ഭഗവത്ഗീത ഞാൻ ദൈവമാണ്, ഞാൻ ദൈവം പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കണ്ട, ഇതിലെ ഓരോ വാക്കും വിമർശ ചെയ്ത് അശേഷം. ഇങ്ങനെ ഒരു ഗ്രന്ഥവും ഇങ്ങനെ ഒരു ആചാര്യൻ ലോകത്ത് കാണത്തില്ല. ഞാൻ പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട, വിമർശ ചെയ്ത് അശേഷേണ ഓരോ വാക്കും കമ്പോട് കമ്പ് വിശകലനം ചെയ്ത് വിമർശിച്ച് നീ ഉൾക്കൊണ്ട് വിശ്വസിച്ചാൽ മതി. വിമർശ ചെയ്ത് അശേഷേണ ഇത് ജ്ഞാതം. ആ ശ്ലോകം ഇതാ, ഇത് തേ ജ്ഞാതമാഖ്യാതം ഗുഹ്യതരം മയ വിമർശ ചെയ്ത് അശേഷേണ യഥേച്ഛസി തഥാഗുരു. നീ നല്ലവണ്ണം നീ മനസ്സിലാക്കി വിശ്വസിച്ചാൽ മതി, അല്ലാതെ ഞാൻ പറഞ്ഞോണ്ട് നീ ഇത് വിശ്വസിക്കണമെന്നില്ല. തീർച്ചയായും നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഒരു ശ്ലോകം കൂടെ ഞാൻ പറയുന്നു. ഹരിനാമകീർത്തനം മുഴുവൻ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ആ ഒരൊറ്റ കാര്യം എന്താണ്? ചന്നത്തുമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമ ആരും ധരിക്കരുത്. ബാക്കിയുള്ളത് ചൊല്ലിയതിനും കുഴപ്പമില്ല. അന്നൊന്നു കണ്ടതിനെ അത് പിന്നെ ചൊല്ലിയാലും മതി. നിന്റെ ഉള്ളിൽ ഒരു മഹിമയാർന്ന ചൈതന്യമുണ്ട്, അത് ചാരം മൂടിക്കിടക്കുകയാണ്. ആ ചാരം മാറ്റുക. അതിനാണ് ഗീതാപഠനം, അതിനാണ് ഇത്തരം സന്ധ്യകൾ, അതിനാണ് ഇത്തരം ഉപാസന എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കുക. പിന്നെ ഭാഗവതത്തിലെ എഴുത്തച്ഛൻ്റെ ഭാഗവത കിളിപ്പാട്ടിലെ ആദ്യത്തെ പേജിലെ ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ പറയാം. സർവജ്ഞനായി എന്നും ജപിക്കുക. നാമം ചൊല്ലി നിർത്തുമ്പോൾ സർവജ്ഞനായി, സർവജഗൽ കാരണനായി, സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനസ്വരൂപനായി, അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും ആ സർവാത്മാവായി സർവസാക്ഷിയായി നിൽക്കും ആ ഭഗവാന്റെ പദാരബന്ധങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സർവമംഗളമംഗല്യായ അമ്മയുടെ പദാരബന്ധങ്ങളിൽ ഈ പ്രഭാഷണവും ഇത് കേട്ട നിങ്ങളും ഞാനും എല്ലാം സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും യോഗീശ്വരനായ കൃഷ്ണന്റെയും ധനുദ്ധരനായ അർജുനന്റെയും സമന്വയത്തിലൂടെ ശ്രീയും വിജയവും അനുഭൂതിയും ഉറച്ച നിലപാടുകളും ഉണ്ടാകാൻ ദേവിയുടെ എല്ലാ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും തീർച്ചയായും എന്നെ സശ്രദ്ധം കേട്ട നിങ്ങളോട് എൻ്റെ അഗൈതവുമായ നന്ദിയും എൻ്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അപായം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നുകൂടി ഞാൻ പ്രത്യേകമായി പറയുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഈശ്വരൻ നമ്മയെല്ലാം രക്ഷിക്കട്ടെ. ഓം തത്സ്. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. 1 മിനിറ്റ്.